നമ്മൾ ഭാഗവതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളുമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് തട്ടിച്ചു നോക്കുവാൻ, ആ കഥാപാത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ സ്ത്രീ രത്നങ്ങളിലേക്ക് നമുക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചിന്തിക്കുവാൻ വേണ്ടി ഒരു കുറച്ച് സമയം എന്നേ വിചാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വക്താവെന്നോ ശ്രോതാവെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നമ്മളെല്ലാവരും ഒരുമിച്ചൊരു യാത്ര, ഒരു ആധ്യാത്മിക യാത്ര എന്ന് മാത്രം സ്വീകരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറയുന്നുള്ളൂ. അതിനെ ഒന്ന് പൊടിതട്ടിയെടുക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം. സ്ത്രീ കഥാപാത്രങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സാമാന്യമായി ഭാഗവതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. വ്യുത്പത്തി അനുസരിച്ച് ഭാഗവതത്തിന് പ്രധാനമായും 3 അർത്ഥങ്ങളാണ് പറഞ്ഞു കാണാറ്. ഒന്ന്, ഭഗവതഃ ഇദം ഭാഗവതം, യാതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതം എന്നാണ്. ഏതൊന്നാണോ ഭഗവാന്റേതായിട്ടുള്ളത്, നമ്മളൊക്കെ ഭഗവാന്റേതായിട്ടുള്ളതാണ്, നമ്മളൊക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പം നമ്മളൊക്കെ ഭാഗവതം തന്നെയാണ്. ആ മഹിമ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സത്സംഗം എന്ന് ധരിച്ചാൽ മതി. ഇനി രണ്ടാമതായിട്ട് പറയും, യാതൊരു ശാസ്ത്രം ഭഗവത് സ്വരൂപം കാണിച്ചു തരുന്നുവോ അത് ഭാഗവതം. ഭാഗവതം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ്, വാങ്മയ സ്വരൂപം തന്നെയാണ് ഭാഗവതം എന്ന് പറയാറുണ്ട്. അപ്പം അതും ഭഗവാൻ തന്നെയാണ്. ഇനി ഏതൊന്ന് ഭഗവാന്റേതാണോ അത് ഭാഗവതമാണ്, ഏതൊരു ശാസ്ത്രമാണോ ഭാഗവതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭഗവാനെ കാണിച്ചു തരുന്നത് അതും ഭാഗവതമാണ്. ഇനി മൂന്നാമത്തെ ആയിട്ടുള്ള ഒരു അർത്ഥം പറയുന്നത്, യാതൊരു വ്യക്തി ഭഗവാന്റേതായിട്ട് തീരുന്നുവോ അതും ഭാഗവതം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളെ പല പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും ഭക്തന്മാരെ ശരിക്കും അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെയൊക്കെ വിമലീകരിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ഒരേ സമയവും ശാസ്ത്രവും പുരാണവും ഒക്കെ ആയിട്ടിരിക്കാൻ അതിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഭാഗവതം എന്ന് പറയുന്ന പരമപവിത്രമായ ആ തോണിയെ ആശ്രയിക്കുകയാണെങ്കിൽ, നമ്മൾ പറയാറുണ്ടല്ലേ ദക്ഷിണാമൂർത്തിയെ സ്മരിക്കുന്ന സമയത്ത്, ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഈ ശ്ലോകം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പം ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭവസാഗരം, സംസാര ദുഃഖം, ഈ സംസാരമാകുന്ന ഈ സമുദ്രത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്ന ഒരു തോണിയാണ് ഈ ഭാഗവത തോണി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു തോണിയിൽ പോകാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ആശ്രയിക്കുന്ന തോണി വളരെ ശ്രേഷ്ഠവും ദൃഢവുമായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ നമ്മളെ മറുകരയ്ക്ക് എത്തിക്കുന്നതിന് അതിൽ വല്ല ഓട്ടയുണ്ടെങ്കിലോ, നമ്മൾ ആശ്രയിക്കുന്ന തോണിയിൽ വല്ല ഹോളും ഉണ്ടെങ്കിൽ, ഒരു ദ്വാരമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കയറിയിരുന്നാൽ വെള്ളം കയറി നമ്മളെ മറുകരയ്ക്ക് എത്തിക്കുന്നതിന് പകരം തോണി മുക്കിക്കളയും. അപ്പം നമ്മൾ ആശ്രയിക്കുന്ന ഭാഗവത തോണി അങ്ങനെയല്ല. അത് ഈ സംസാരമാകുന്ന ദുഃഖത്തിൽ നിന്ന് നമ്മളെ മറുകരയിലേക്ക്, ഭഗവത് സായുജ്യത്തിലേക്ക്, ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ആശ്രയബോധം എങ്ങനെ ഇരിക്കണം എന്നതിനെ ആശ്രയിച്ചിട്ടാണ് നടക്കുന്നത്. വളരെ ശ്രേഷ്ഠമായി, ദൃഢമായി, അചഞ്ചലമായി ഭഗവാനെ ആശ്രയിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് സഫലമായി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശ്രീമദ് ഭാഗവതം ഭാഷ്യം രചിച്ചുകൊണ്ടിരിക്കെ ശ്രീധരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടിയുടെ ഭാവത്തോടെ വളരെ വിനയത്തോടെ ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിന് മുന്നിൽ നിന്ന് ശ്രീധരാചാര്യ സ്വാമികൾ, അദ്ദേഹത്തെ പോലെ ഒരു പണ്ഡിതൻ പറയുകയാണ്, കാഹം മന്ദമതിക ഇതം മന്ഥനം ക്ഷീരവാരിധേ എന്നാണ് പറയുന്നത്. ഞാൻ എവിടെ കിടക്കണു, അല്പബുദ്ധിയായ ഞാൻ എവിടെ ഇരിക്കുന്നു, പാൽക്കടലാകുന്ന ഭാഗവത മഥനം എവിടെയിരിക്കുന്നു എന്നാണ്. ഭാഗവതമാകുന്ന മഹാസമുദ്രത്തിന് മുമ്പിൽ അദ്ദേഹം ഒരു സാധാരണ വിനയാന്വിതനായിട്ടുള്ള ഒരു ചെറിയ കൊച്ചുകുട്ടിയുടെ ഭാവത്തോടു കൂടി നിന്ന് പറയുകയാണ്, ഞാൻ എവിടെ ഇരിക്കണു, ഭാഗവത സാഗരം, പാൽക്കടലാകുന്ന ഭാഗവത മഥനം എവിടെ കിടക്കുന്നു. അപ്പം നമ്മൾ ഭാഗവതത്തെ ആശ്രയിക്കുമ്പോൾ നമുക്ക് അത്യധികമായിട്ടുള്ള വിനയം വേണം, അതിനോട് ആദരവ് വേണം, അതിനോട് ബഹുമാനം വേണം, അതിനോട് ഭക്തി വേണം. അത് ഭഗവാൻ തന്നെയാണ്, മാത്രമല്ല അത് നമ്മൾ തന്നെയാണ്. അദ്വൈത ഭാവത്തിലേക്ക് നമ്മളെ ഉയർത്തുന്ന പടിപടിയായ സ്തോത്രങ്ങളും സ്തുതികളും കഥകളും ഒക്കെ കോർത്തിണക്കി പണ്ഡിതൻ മുതൽ പാമരൻ വരെ അനുഷ്ഠിക്കുവാവുന്ന ലളിതമായിട്ടുള്ള
കഥാസാരങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഭാഗവതം. ഇപ്പോൾ എത്രയോ പ്രാവശ്യം നിങ്ങൾ ഭാഗവതം കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോൾ രുചിരം നവം നവം, പുതിയ പുതിയ അർത്ഥതലങ്ങളാണ്. എത്ര ആസ്വദിച്ചാലും മതിവരാത്ത ഒരു സംഗതിയാണ് ഭാഗവതം. ഭഗവത് കഥകൾക്കുള്ള ഒരു വിശേഷവും അത് തന്നെയാണ്. നമുക്ക് എത്ര ആസ്വദിച്ചാലും മതിയാവുകയില്ല. നമുക്ക് ഇഷ്ടമുള്ള പാൽപ്പായസം നമ്മൾ എത്ര പ്രാവശ്യം കുടിക്കും, ഇഷ്ടമുള്ള സിനിമ നമ്മൾ എത്ര തവണ കാണും. പക്ഷേ എത്ര കേട്ടാലും ഭാഗവത കഥകളും ഭഗവത് സ്തുതികളും നമുക്ക് മടുപ്പുളവാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭാഗവതം തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതോ നമ്മളിലേക്ക് സംവദിക്കുകയാണ്. അതിനെ സ്ഥായിയായിട്ട് നിലനിർത്താൻ, അതിൻ്റെ ഒരു നൈരന്തര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സദാ ഭാഗവതത്തിനോട് ഭക്തിയും ആരാധനയും ഭാഗവത മനനവും നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അതിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ചില സംഗതികളെ ശരിക്കും വിദ്വാൻമാരുടെയൊക്കെ മാറ്റുരയ്ക്കപ്പെടുന്നത് ഭാഗവതം എത്ര നന്നായി വിവേചിച്ചറിയുന്നു എന്നതിലാണ്. ഇതിലുണ്ട് സാഹിത്യം, സംഗീതം, സകലതും ഇതിലുണ്ട്. ശ്രീ വേദവ്യാസ മഹർഷി ഭാരതത്തെ അധികരിച്ചു പറഞ്ഞിട്ടുണ്ട്, യതിഹാസ്യത ധന്യത്ര എന്നേ ഹാസ്യന തത്വജിത് എന്ന്. ഇതിലുള്ളത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ സാധിക്കും, ഇതിലുള്ളത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ സാധിക്കും, ഇതിലില്ലാത്തത് നിങ്ങൾക്ക് എവിടെ തപ്പിയാലും കിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഭാഗവതം. ഭാഗവതത്തിനെ അതിക്രമിച്ചൊരു മനുഷ്യ മനസ്സ് വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. ഭാഗവതത്തിലെ കഥകൾ തന്നെയാണ് പേരും ഭാവവും ഒക്കെ മാറ്റിയിട്ടിട്ട് ഇന്നിവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, നമ്മുടെ മനസ്സൊന്ന് അതിൽ വെച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഭാഗവതം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ, ഈ ഭാരതക്ഷേത്രത്തിൻ്റെ ഒരു ഹൃദയം തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, ഈ ഭാരതാംബയ്ക്ക് ഒരു പേരുണ്ട്, ലളിതാ സഹസ്രനാമത്തിലൊക്കെ കാണാൻ സാധിക്കും. ഓം രത്നഗർഭായേ നമഃ. ഭാരതാംബയുടെ ഒരു പേരാണ്. നമ്മളുടെ ഭൂമിക്ക് ഒരു പേരുണ്ട്, എന്താണ്? രത്നഗർഭ. എന്താ അതിൻ്റെ അർത്ഥം? വിശേഷപ്പെട്ട രത്നങ്ങളെ അല്ലെങ്കിൽ രത്നസമാനമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഗർഭം ധരിക്കയാൽ ഭൂമിക്ക് വന്നിട്ടുള്ള, ഭാരതക്ഷേത്രത്തിന് വന്നിട്ടുള്ള പേരാണ് എന്ത്? രത്നഗർഭ എന്നുള്ളത്. സത്യത്തിൽ അത് അന്വർത്ഥമാകുന്നത് ശ്രീമദ് ഭാഗവതവും മഹാഭാരതവും രാമായണവും ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ എത്ര അനർഘങ്ങളായിട്ടുള്ള രത്നങ്ങളാണ് നമുക്ക് പാഠ്യവിഷയമായിട്ട് ആചാര്യ പരമ്പര തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, അപ്പോൾ ഇവിടെ സമയത്തിനനുസരിച്ച് നമുക്ക് എത്ര തീർക്കാൻ പറ്റുമോ അത്രയും സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഭാഗവതം ആദ്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രം എന്ന് പറയുന്നത് ഭാഗവത മാഹാത്മ്യത്തിൽ നമുക്ക് മുൻപിൽ വേദവ്യാസ മഹർഷി കൊണ്ട് നിർത്തുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ആരാന്നറിയാമോ? മഹാത്മ്യത്തിൽ കാണാൻ പറ്റും. ആരായിരിക്കും? ഭക്തി ദേവി അല്ലേ? നാരദ മഹർഷി ഭൂലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഒരു യുവതിയെ കണ്ടു. ആ യുവതിയുടെ അടുക്കൽ രണ്ട് വൃദ്ധരായിട്ടുള്ള ആളുകൾ, ക്ഷീണിച്ച് അവശരായിട്ട് വാർദ്ധക്യം ബാധിച്ച രണ്ടാളുകൾ കിടക്കണം. അപ്പം ഇത് കണ്ടപ്പോൾ നാരദ മഹർഷി ആ സ്ത്രീയുടെ അടുത്ത് പോയി ചോദിച്ചു, നിങ്ങൾ ആരാണ്, എന്താണ് ഇവിടെ വരാൻ കാരണം? അപ്പോൾ ഭക്തി ദേവി പറയാണ്, എൻ്റെ പേര് ഭക്തി എന്നാണ്. വൃന്ദാവനത്തിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഈ ഒരു രൂപമെങ്കിലും കിട്ടിയത്. ഞാൻ തളർന്ന അവശയായിരുന്നു. സത്യത്തിൽ ഈ ഒരു രൂപമെങ്കിലും എനിക്ക് കിട്ടിയത് വൃന്ദാവനത്തിൽ എത്തിയപ്പോഴാണ്, ഭഗവത് സ്മരണകൾ ഉണർത്തുന്ന വൃന്ദാവനത്തിലെത്തിയപ്പോൾ. പിന്നെ ഈ കിടക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇത് രണ്ടും എൻ്റെ പുത്രന്മാരാണ്. ഒരാളുടെ പേര് ജ്ഞാനം, മറ്റൊരാളുടെ പേര് വൈരാഗ്യം എന്നാണ്. നാരദ മഹർഷി അതിശയിച്ചു പോയി. അമ്മയ്ക്ക് യൗവനവും മക്കൾക്ക് വാർദ്ധക്യവും. ഇതെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? രൂപം കൊണ്ടും ഇന്നത്തെ നമ്മളുടെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് അനുസരിച്ച് നമ്മളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കൊണ്ട് പല വിധത്തിലുള്ള മായ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഇന്നത്തെ ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ വെച്ച് ചിന്തിച്ചാൽ പോലും ഇങ്ങനെ ഒരു കാര്യത്തിന് സാധ്യമല്ല. അമ്മയ്ക്ക് യൗവനം, മക്കൾക്ക് വാർദ്ധക്യം. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ഭക്തിദേവിയെ മുൻനിർത്തി ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സ്ത്രീ കഥാപാത്രത്തെ മുൻനിർത്തി ഭാഗവതം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഭക്തിയൊക്കെ ഉണ്ട് കലിയുഗത്തിൽ. പക്ഷേ നമ്മൾ ഈ കാണുന്ന, ഞങ്ങളുടെ നാട്ടിൽ പറയും ആളുകളൊക്കെ, സാധാരണ ആളുകളൊക്കെ പറയും ഭയങ്കര ഭക്തനാണ് എന്ന് പറയും.
ഭയങ്കരം എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. എങ്കിൽ കൂടെ ഈ ഭക്തന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഭക്തിയെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു വിശേഷണം അവർ വെക്കുന്നതാണ്, ഭയങ്കര ഭക്തനാന്ന്. എന്താ ഈ ഭയങ്കര ഭക്തന്റെ ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് കേൾക്കണം. കുളിക്കാണ്ട് പച്ചവെള്ളം കുടിക്കില്ല, അതാണ് ഭയങ്കര ഭക്തൻ. എന്നാൽ കുളിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെള്ളം കുടിച്ചുകൊണ്ട് നടന്നാലും പ്രശ്നമൊന്നുമില്ല. കുളിക്കാതെ പച്ചവെള്ളം കഴിക്കില്ല, ഭയങ്കര ഭക്തനാ. എന്നും അമ്പലത്തിൽ പോവും, കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. വളരെ ചിട്ടയൊക്കെയാണ്, ചില ദൂഷ്യ സ്വഭാവങ്ങൾ ഒഴിച്ചാൽ. അപ്പം നമ്മൾ ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും അമ്പലത്തിൽ പോവുക, കുറി തൊടുക, പാരായണം ചെയ്യുക, സത്സംഗത്തിന് അറ്റൻഡ് ചെയ്യുക, ഇതൊക്കെ ഭക്തിയുടെ ഭാവം അല്ല എന്ന് പറയുന്നില്ല, അത് നിഷേധിക്കുന്നില്ല നമ്മൾ. പക്ഷേ ഇത് മാത്രമാണോ ഭക്തി? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം നമുക്ക് സാമാന്യമായി നമ്മളൊക്കെ ഭക്തന്മാർ തന്നെയാണ്. പക്ഷേ ആഴത്തിലുള്ള ഭക്തി കൊണ്ട് നമുക്കുണ്ടാകേണ്ട ജ്ഞാനവും അതുകൊണ്ടുണ്ടാകേണ്ട വൈരാഗ്യവും, വൈരാഗ്യം എന്ന് വെച്ചാൽ മലയാളത്തിലെ വൈരാഗ്യമല്ല, നമുക്കറിയാം അല്ലേ, വിരക്തി. ഈ പ്രാപഞ്ചികാനുഭവങ്ങളൊക്കെ അതിൻ്റെ വലിയ തലത്തിൽ നിന്ന് അതിൻ്റെ ഉദാത്തമായ ഭാവത്തിൽ അനുഭവിച്ച് ഇതൊന്നുമല്ല, അനശ്വരമായ മറ്റൊന്ന് ഇതിനപ്പുറത്തിരിപ്പുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമുക്കുണ്ടാകേണ്ട വിരാഗതയാണ് വിരക്തി എന്ന് പറയുന്നത്, വൈരാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തി കൊണ്ടുണ്ടാകേണ്ട ജ്ഞാനവൈരാഗ്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഉണ്ടാകാതിരുന്നപ്പോഴാണ് അത് വാർദ്ധക്യം പ്രാപിച്ചത്. അതിനവശ്യരായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളെ ഭാഗവതം കൊണ്ടുവരുന്നു. എന്നാൽ ഭക്തി ഉണ്ടോ ചോദിച്ചാൽ ഭക്തി ഉണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, ആശ്രമത്തിൽ പോകുന്നുണ്ട്, ഭഗവാനെ ആശ്രയിക്കുന്നുണ്ട്, സഹസ്രനാമങ്ങൾ ചൊല്ലുന്നുണ്ട്, കാണാതെ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ, കുറി തൊടുന്നുണ്ട്, ഇങ്ങനെയുള്ള സൈനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം സാമാന്യമായി ഭക്തിയുണ്ട്. പക്ഷേ ആഴത്തിലുള്ള ഭക്തി കൊണ്ടുണ്ടാകേണ്ട ഈ 2 ഘടകങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പം മനസ്സിൽ ഇതുണ്ട്, ഭക്തിയുണ്ട്. ഇന്ന് മനസ്സാണ് മുമ്പിൽ നിൽക്കുന്നത് അല്ലേ, കലിയുഗത്തിൽ. വിചാരമല്ല, വിവേകമല്ല, വികാരമാണ് മുൻപിൽ നിൽക്കുന്നത്. വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒരു വിവേകം പോലും ഇല്ലാതെ എത്ര അബദ്ധങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഡിഗ്രിയും PGയും നീട്ടി എഴുതാനുള്ള കുറേ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിട്ട് പോലും നിസ്സാരമായ പ്രതിസന്ധി ജീവിതത്തിൽ വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ ശേഷിയില്ലാതെ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന ആളുകൾ. കുട്ടികളൊക്കെ അമ്മ TV കാണണ്ടെന്ന് പറഞ്ഞു, മൊബൈൽ വാങ്ങിച്ചു തന്നില്ല. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ പ്രോമിസ് ചെയ്തതായിരുന്നു അച്ഛൻ മൊബൈൽ വാങ്ങിക്കൊടുക്കാന്ന്, വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പോൾ ഉടനെ തന്നെ കയ്യിലെ ഞരമ്പ് മുറിച്ച് കളഞ്ഞു. ഇതൊക്കെ പത്രവാർത്തകൾ നമ്മൾ കാണുന്നതാണ്. നിസാരമായൊരു കാര്യത്തിന് വേണ്ടി ശാഠ്യം പിടിച്ച് വാശി കാണിച്ച് അത് കിട്ടാഞ്ഞാൽ ജീവിതം പോലും അവസാനിപ്പിച്ചു കളയുന്നൊരു തരത്തിൽ അധപ്പതിക്കുന്നു. നമ്മുടെ സംസ്കാരം എവിടെ നിൽക്കുന്നു? അപ്പോൾ വിദ്യാഭ്യാസം ഇപ്പുറത്തുകൂടെ പോണു, സംസ്കാരം ഇപ്പുറത്തുകൂടെ പോണു. ഒന്ന് നോക്കി നോക്കുന്നുണ്ടോ? പണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന അമ്മമാർക്ക് അനുഭവസമ്പന്നരായിട്ടുള്ള ടീച്ചേഴ്സ്, അധ്യാപകരും ഗുരുതുല്യരായിട്ടുള്ള ആചാര്യന്മാരും ഒക്കെ അവർക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു അവസ്ഥ, ഇന്ന് അവർ മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മോറൽ വാല്യൂസൊക്കെ പഠിപ്പിക്കാൻ ഒരു അവർ ഉണ്ട് അല്ലേ, മോറൽ അവർ. അവിടെ പഠിപ്പിക്കുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ആയിരിക്കും. പോർഷൻസ് തീർക്കാൻ വേണ്ടി ഓടിപ്പിടിച്ച ടീച്ചേഴ്സും കുട്ടികളും നടത്തുന്ന ഒരു മത്സരമാണെന്ന് സ്കൂളിൽ സംഭവിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തപ്പോൾ എനിക്കും അനുഭവമുണ്ട്. അപ്പോൾ നോക്കൂ, വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? നമുക്കൊരു നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട്, ആധ്യാത്മിക വിദ്യ പകർന്നു തരുന്ന നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമ്മൾ അവിടേക്ക് ആരും കുട്ടികളൊന്നും ഇപ്പോൾ വരില്ല. ഏതാ അത്? ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ശങ്കരാചാര്യരും എല്ലാം ബിരുദാനന്തര ബിരുദം നേടിയത് ക്ഷേത്രമാകുന്ന ആധ്യാത്മിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നാണ്. അവർ വേറെ ഏത് യൂണിവേഴ്സിറ്റികളിലും പോയി പഠിച്ചതായിട്ട് അറിവില്ല. അപ്പം ആധ്യാത്മിക വിദ്യാഭ്യാസം പഠിക്കാൻ, മൂല്യങ്ങൾ പഠിക്കാൻ ഒരു സങ്കേതം, സാധനാ കേന്ദ്രം നമുക്കുണ്ടായിട്ടും അതിനെ വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പകരം നമ്മൾ ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽപ്പെട്ട് ഭോഗവിഷയങ്ങളുടെ പുറകെ മാത്രം സഞ്ചരിച്ച് വികാരത്തിനടിപ്പെട്ട് പോവുകയാണ്. വികാരങ്ങൾ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്, വിചാരമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഞാൻ ഒരു 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ ഒരനുഭവം, അതായത് 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഈ ലോകത്തിന് കൊടുത്തൊരു കത്തിൽ നിന്നാണ് ആ പാഠഭാഗം തുടങ്ങുന്നത്. യുദ്ധം അനിവാര്യമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. ആ കത്തിങ്ങനെയാണ്: കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്ക്. ആ തടങ്കലിൽ കുറേ പേരെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും അവരെ കൊന്നുകളയും. ഇയാൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നു.
ആ രക്ഷപ്പെടുന്നതിന് മുൻപ് അദ്ദേഹം കണ്ട അസഹനീയമായ കാഴ്ചയെ പറ്റി ആ കത്തിൽ അദ്ദേഹം എഴുതി. എന്താണെന്നറിയാമോ? നമ്മൾ ഇന്ന് വിദ്യാസമ്പന്നര് എന്ന് അഭിമാനിക്കുന്ന, എൻജിനീയറിങ്ങിന് പോകണം കേട്ടോ, ഡോക്ടറാവാൻ MBBS പഠിക്കണം കേട്ടോ എന്നൊക്കെ നമ്മളുടെ മക്കളെ അവർക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോലും നിർബന്ധിച്ച് ഈ കാര്യങ്ങളിലേക്കൊക്കെ പറഞ്ഞയക്കുന്ന അച്ഛനമ്മമാരും, ഡോക്ടർ എന്ന് പറഞ്ഞാൽ, നഴ്സ് എന്ന് പറഞ്ഞാൽ, എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അത്യാവശ്യം ബഹുമാനാധികാര്യങ്ങൾ കിട്ടുന്ന, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒരു ഉന്നതി എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിൽ, നമ്മളുടെ സ്റ്റാറ്റസിന്, സാമൂഹിക സ്ഥിതിക്ക് യോജിച്ച ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അദ്ദേഹം ആ കത്തിൽ എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഞാൻ എത്രയോ എൻജിനീയർമാരെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. അവർ നമ്മളുടെ ഭാവിയെ വളരെ നല്ലതാക്കും, മുഗ്ധമാക്കും എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷേ അഭ്യസ്തവിദ്യരായ എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള യുവാക്കൾ എത്ര കുട്ടികളെയാണെന്നറിയാമോ ഒരു റൂമിൽ, ഒരു ചേംബറിൽ, വിഷപ്പുക നിറച്ച ഒരു ചേംബറിൽ ഇട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ആ വിഷവാതകം ശ്വസിച്ച് എത്ര പേര് മരിച്ചു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന് ഇദ്ദേഹം കാണുകയാണ്. അദ്ദേഹം ചോദിക്കുന്നു, എന്തിനാണ് എഡ്യൂക്കേഷൻ? ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, വിദ്യാസമ്പന്നരാണ് ഇത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അനേകായിരം കുഞ്ഞുങ്ങളെ വിഷം നിറച്ചു വെച്ച സിറിഞ്ച് കൊണ്ട് കുത്തി കൊല്ലുന്നത് നഴ്സുമാരും വിദ്യാസമ്പന്നരായിട്ടുള്ള ഡോക്ടേഴ്സുമാണ്. ഇവർക്ക് എന്തിനാണ് വിദ്യാഭ്യാസം? എന്നിട്ട് അദ്ദേഹം അവസാനം ഈ കത്ത് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എനി എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടറൈസ് ഇറ്റ് ഈസ് യൂസ്ലെസ് ആൻഡ് ഡേഞ്ചറസ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. ഏതൊരു വിദ്യാഭ്യാസമാണോ സ്വഭാവ രൂപീകരണത്തിന് ഉപകരിക്കാത്തത് അത് അത്യപകടം ചെയ്യും എന്ന് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു. അപ്പം നമുക്കിന്ന് വിദ്യാഭ്യാസമുണ്ട്, നിരത്തി എഴുതാൻ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ എന്തുണ്ടാകുന്നില്ല? അതിനനുസരിച്ചിട്ടുള്ള മൂല്യം ഉണ്ടാകുന്നുണ്ടോ? അതിനനുസരിച്ചുള്ള സംസ്കാരം ഉണ്ടാകുന്നുണ്ടോ? ആ വിദ്യാഭ്യാസത്തിൻ്റെ അനുസരിച്ചുള്ള പക്വതയും പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ആത്മധൈര്യവും നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് പത്രമാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. ദിവസവും ഓരോ ആത്മഹത്യകളും കാര്യങ്ങളും, ശിഥിലമായി പോകുന്ന കുടുംബജീവിതങ്ങളും, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവരമ്പലത്തിൽ വരുന്നവരാണ്, അവരാശ്രമത്തിൽ പോണവരാണ്, ഭാഗവത സപ്താഹം ഉണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്നവരാണ്. പക്ഷേ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെയെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? സാമാന്യമായ ഒരു ഉപരിപ്ലവമായിട്ടുള്ളൊരു ഭക്തിയുണ്ട്, പക്ഷേ ആഴത്തിൽ ഉള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ, ഭക്തി കൊണ്ടുണ്ടാകേണ്ട ചില ഘടകങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല എന്ന് വേണം. അപ്പോൾ ഭക്തിദേവിയെ മുൻനിർത്തി ഭാഗവതം നമ്മളോട് സംവദിക്കുന്നൊരു കാര്യം മനസ്സിൻ്റെ ധൈര്യമാണ് എന്നുള്ളതാണ്. ആത്മീയമായിട്ടുള്ളൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അർജുനനോട് ഭഗവാൻ പറഞ്ഞതും ഇതാണ്. അർജുനൻ ചോദിക്കുന്നുണ്ട്, അധക്കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷ അനിച്ഛന്നഭിവാർഷ്ണേയ ബലാദിവ നിയോജിത എന്ന് ചോദിക്കുന്നുണ്ട്. ഭഗവാനെ, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്, ശരിയും തെറ്റും എല്ലാം പഠിച്ചിട്ടുണ്ട്, നന്മ തിന്മകൾ വേർതിരിച്ചറിയാനുള്ള ബുദ്ധിശക്തിയുണ്ട്, വിശേഷ ബുദ്ധിയുള്ളൊരു മനുഷ്യനാണ്, വില്ലാളി വീരനാണ്, സവ്യസാചി എന്നുള്ളൊരു പേരുണ്ട്. 2 കൈകൾ കൊണ്ടും ഒരേ സമയം അസ്ത്രം പ്രയോഗിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? അർജുനനുണ്ട്. ജീവിതമാകുന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നന്മ തിന്മകൾ നടത്തുന്ന പോരാട്ടത്തിൽ അർജുനനൊരു വിഷാദമുണ്ടായി. അർജുനൻ ചോദിക്കുകയാണ്, ഞാൻ പഠിച്ച അറിവിനെ നിഷ്പ്രഭമാക്കാൻ പോകുന്ന ഏതോ ഒരു ശക്തി, ആ ശക്തി എന്നെ കൊണ്ട് പാപകർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അത് ഏതാണ്? എനിക്കെല്ലാം അറിയാം, ഞാൻ ഇതൊക്കെ പഠിക്കാതെയല്ല വന്നിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപഴകി. പാണ്ഡവർ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ് പഞ്ചപാണ്ഡവരിൽ. അതിൽ അർജുനൻ കേമനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി അർജുനന് വന്നപ്പോൾ അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്, എല്ലാ കരുത്തും എനിക്കുണ്ടായിട്ടും അതിനെയൊക്കെ നിഷ്ഫലമാക്കാൻ പോകുന്ന ഏതോ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നു. ആ ശക്തി ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമാണ് കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ എന്ന് തുടങ്ങി. ഇതൊക്കെ മനസ്സിൻ്റെ പരിപാടികളാണ്. മനസ്സിൽ ഭക്തിയും ഈ പക്വതയും ഉറയ്ക്കാത്തതിനാൽ അതിൽ നിന്നുണ്ടാകുന്ന കാമക്രോധാദികളാണ് നിന്നെക്കൊണ്ട് ഇത്തരത്തിലുള്ള ചിത്തവിചാരങ്ങളിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക്, തിന്മയായിട്ടുള്ള മാർഗങ്ങളിലേക്ക് ചിന്തിപ്പിക്കുന്നത്. ഇത് അർജുനനെ മുൻനിർത്തി ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുത്ത ഒരു ഉപദേശമാണ്. നോക്കൂ, ഭക്തിദേവിയെ മുൻനിർത്തി ഭാഗവതം നമ്മളോട് സംവദിക്കുന്നതും
അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇനി അടുത്തൊരു കഥാപാത്രം മനസ്സിലേക്ക് വരുന്നത് ഉത്തരയാണ്. ഭാഗവതം ആദ്യം തന്നെ ഉത്തരയെ കാണിക്കുന്നു. പക്ഷേ ഉത്തര പേടിച്ച് ഭയപ്പെട്ട് ഓടി വരികയാണ് ഭഗവാൻ കൃഷ്ണന്റെ അടുത്തേക്ക്. എന്താണ് ശ്ലോകം? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വഭയം പശ്യേത് എത്ര മൃത്യു പരസ്പരം. അല്ലേ? മൃത്യുവിനെ മുഖാമുഖം കണ്ടുകൊണ്ട് പേടിച്ച് ഭയവിഹ്വലയായിട്ടുള്ള ഉത്തര ഓടി വരണത് ആരുടെ അടുത്തേക്കാ? ഭഗവാന്റെ അടുത്തേക്കാണ്. അപ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇനി അവരുടെ ബന്ധുക്കളൊക്കെ വളരെ വിഷാദിച്ചിരിക്കുന്ന അവസ്ഥയിലാണ്. കാരണം അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ നിഷ്കരുണം കളഞ്ഞു അശ്വത്ഥാമാവ്. പിന്നെ അശ്വത്ഥാമാവിന് മനസ്സിലായി ഉത്തരയുടെ ഗർഭത്തിൽ പാണ്ഡവരുടെ വംശം ഇനിയും വളരുന്നുണ്ട്. പരീക്ഷിത്താരുടെ ഉള്ളിലിരിക്കണോ? ഉത്തരയുടെ ഉള്ളിൽ ഒരു പാണ്ഡവരുടെ പ്രജ വളരുന്നുണ്ട്, അതിനെയും കൂടി ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞ് അവളുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ്. ആര്? അശ്വത്ഥാമാവ്. ആ സന്ദർഭത്തിൽ ഉത്തര വേറെ ആരെയും ആശ്രയിച്ചിട്ടില്ല. നേരത്തെയും ഭഗവാനോട് ഭക്തിയും ആധ്യാത്മിക കാര്യങ്ങളും ധർമ്മകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളാണ് ഉത്തര. പക്ഷേ തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ, പ്രജയെ സംരക്ഷിക്കുവാൻ തൻ്റെ സകല ആശ്രയവും ബോധവും ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി പൂർണ്ണമായി സമർപ്പിച്ചു. ഭഗവാന്റെ അടുത്ത് ഓടി വന്ന് എന്നെ രക്ഷിക്കണേ, എൻ്റെ ഗർഭത്തെ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് പൂർണ്ണ സമർപ്പണം ചെയ്ത സ്ത്രീ. നമ്മളൊക്കെ പരാശ്രയം ചെയ്യുന്നവരാണ്. അമ്പലത്തിൽ തൊഴുതുമ്പോൾ ഭഗവാനിലെല്ലാം സമർപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പരന്മാരെ നമ്മൾ ആശ്രയിക്കും. ഭഗവാൻ എന്ന വലിയ ഒരു ആശ്രയ കേന്ദ്രത്തിലേക്ക് നമ്മൾ എല്ലാ നിവേദനവും സബ്മിറ്റ് ചെയ്തതാണ്, എല്ലാം അവിടെ സമർപ്പിച്ചതാണ്. പക്ഷെ നമുക്കത് അത്രയ്ക്കങ്ങോട്ട് വിശ്വാസമല്ലേ ഭഗവാൻ ഇതൊക്കെ നടത്തുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പരാശ്രയം ചെയ്യും. ഏതൊരു സമർപ്പണത്തിലും ന്യൂനത നമ്മൾ കാണിക്കും. എപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ ഓടി വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എറണാകുളത്തപ്പൻ്റെ ഗ്രൗണ്ടിൽ എൽ ഗിരീഷ് കുമാർ അവരുടെ ഒരു ദേവയജ്ഞത്തെ ആസ്പദമാക്കിയിട്ടുള്ളൊരു പ്രഭാഷണമാണ്. എല്ലാ വേദിയിലും പറയാറുള്ളതാണ്, പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം. അതായത് നമ്മുടെ സമർപ്പണത്തിലൊക്കെ ന്യൂനതയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, ചെറിയ ചെറിയ കുറവുകളുണ്ട് നമ്മുടെ സമർപ്പണത്തിൽ, നമ്മുടെ സമർപ്പണത്തെ പൂർണ്ണമാക്കുക എന്ന് കാണിക്കുവാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണമാണ്. അപ്പം ഇങ്ങനെ പറയുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം, എന്താണെന്നും പറയാം. അതായത് ഒരു ക്ഷേത്രം, അവിടെ ശിവനും പാർവതി പുത്രന്മാർ സമേതം ഇരിക്കുന്ന, ഉപദേവതാ സമേതം ഇരിക്കുന്ന ഒരു മഹാക്ഷേത്രം. അതിൽ പാർവതി, ശിവൻ, കുട്ടികളായിട്ടുള്ള അയ്യപ്പൻ, മുരുകൻ, ഉണ്ണി, ഗണപതി, ഇങ്ങനെ എല്ലാവരും ഉണ്ട്. ആ സമയത്ത് അവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരിക്കണു. കുറേ ആളുകൾ വന്നിരിക്കണു, കമ്മിറ്റിയിലെ മെമ്പേഴ്സ്, ഭാരവാഹികളൊക്കെ വന്നിരിക്കണു. അവരെന്താ ഡിസ്കസ് ചെയ്യണമെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, അടുത്ത ആഴ്ച അവിടുത്തെ കൊടിമരം ചെമ്പോല പൊതിയാൻ വേണ്ടിയിട്ടാണ്, ചെമ്പ് പൊതിയാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ധാരാളം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയല്ലേ സാധാരണ, നമ്മുടെ ക്ഷേത്രത്തിന് ഡെവലപ്മെൻറ്റ് വേണം അല്ലേ? ഒരു ക്ഷേത്രം നമ്മുടെ പരിസരത്ത് ജീർണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആ ദേശം തന്നെയാണ് അതിന് തന്നെയാണ് അത് അപകടം, നാശം. ക്ഷേത്രം നമ്മുടെ ശരീരമാണ് അല്ലേ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയത നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആ പ്രദേശത്തിൻ്റെയൊക്കെ ഉദ്ധാരണം ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ധാരണം തന്നെയാണ്. അപ്പം ക്ഷേത്രത്തിനെ, ജീർണിച്ച് കിടക്കുന്ന ക്ഷേത്രത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. പക്ഷേ ഈ ഡെവലപ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതർത്ഥത്തിലാണ് എന്ന് ചോദിച്ചാൽ, ക്ഷേത്രം ഡെവലപ്പ് ചെയ്യും, അത് കഴിഞ്ഞ് പതുക്കെ കൊടിമരം സ്വർണം പൂശും, ചെമ്പ് പൂശും, ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് കിടക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ചുറ്റുമുള്ള ആളുകൾ, നമ്മളുടെ തന്നെ കുടുംബത്തിൽപ്പെട്ടവർ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, അയൽക്കാരൊക്കെ പട്ടിണി കിടക്കുന്നുണ്ടാവും. അവർക്ക് പല വിധത്തിലുള്ള ദാരിദ്ര്യമുണ്ടാവും. ചിലപ്പോൾ പഠിക്കാൻ കഷ്ടപ്പെടുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്വരൂപിക്കുന്ന പൈസ, ഇങ്ങനെ സ്വരൂപിക്കുന്ന ധനം അവർക്ക് കൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ അവരുടെ വീട് ഓരോ ക്ഷേത്രമാവും. ഇത് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പം നമ്മൾ കൊടിമരം ചെമ്പ് പൊതിയാനും സ്വർണം പൊതിയാനുള്ള തിരക്കിൽ അതിൻ്റെ പുറകെ ഓടി നടക്കുകയായിരിക്കും. അപ്പോൾ ആ സ്ഥലത്ത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു ധനികൻ താമസിക്കുന്നുണ്ട്. ആ ധനികൻ്റെ പേരാണ് രാമചന്ദ്രൻ എന്നുള്ളത്. അദ്ദേഹം ആർക്കും 5 പൈസ കൊടുക്കാത്ത ഒരു പിശുക്കനായിട്ടാണ് ആളുകളൊക്കെ പറയാം. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിന് തോന്നിയിത്രേ, എൻ്റെ പൈസയൊക്കെ ഞാനിങ്ങനെ വെച്ചിരുന്നിട്ട് എന്താണ് പ്രയോജനം, അത്
ആളുകൾക്ക് കൊടുത്താലല്ലേ എന്നെ 4 പേര് അറിയുള്ളൂ, എന്നെ 4 പേര് സ്തുതിക്കുള്ളൂ, എന്നെ സമൂഹം അംഗീകരിക്കുള്ളൂ എന്ന് തോന്നി അദ്ദേഹം ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. പുറത്തിറങ്ങാറേയില്ല, ഫുൾ ഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീട്ടിലിരിക്കുകയായിരുന്നു ഇത്രയും കാലം. അപ്പോൾ പുറത്തിറങ്ങാൻ തീരുമാനിച്ചു, നല്ല ഉദ്ദേശമൊന്നുമില്ല. അങ്ങനെ പുറത്തിറങ്ങി. അപ്പോഴാണ് നമ്മുടെ ക്ഷേത്രമുറ്റത്ത് ഇത്രയും ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത് ഇദ്ദേഹം കണ്ടത്. അടുത്ത് പോയിട്ട് ഒരാളെ തോണ്ടി വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ ക്ഷേത്രത്തിൽ എന്ന് ചോദിച്ചു. അതെ, കൊടിമരം ചെമ്പ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണെന്ന് പറയും. അതെന്തേ ചെമ്പാക്കിയത്, നിങ്ങൾക്ക് സ്വർണ്ണം ഒന്നും കിട്ടിയില്ലേ? ആര് ചോദിച്ചു? ഇദ്ദേഹം രാമചന്ദ്രൻ സാറ് ചോദിച്ചു. ഇതൊക്കെ പിരിച്ചുണ്ടാക്കിയിട്ട് വേണ്ട, എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇതൊക്കെ ഒപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നാലോ എന്ന് ചോദിച്ചു. കൊടിമരം സ്വർണം പൂശാനുള്ള പൈസ ഞാൻ തന്നാലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു വളരെ സന്തോഷം. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, കാരണം ആർക്കും ഒരു പൈസയും കൊടുത്തതായിട്ടൊരു ചരിത്രമില്ല. എന്നാലും അവർ ഒരു ഉറപ്പിച്ച് ചോദിച്ചു, ഒരു എഗ്രിമെൻ്റൊക്കെ എഴുതേണ്ടി വന്നു. കാരണം കാല് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ സമ്മതിച്ച് അങ്ങനെ അടുത്ത ആഴ്ച എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? സ്വർണ്ണക്കൊടിമരത്തിൻ്റെ ആ ഒരു ലാളിത്യത്തിൽ ക്ഷേത്രം പരിലസിക്കട്ടെ എന്നുള്ള വിശ്വാസികളും ഒപ്പം പൈസ കിട്ടാനും ഒരാൾ തയ്യാറായപ്പോൾ വലിയ സന്തോഷമായി എല്ലാവർക്കും. എല്ലാവരും കമ്മിറ്റി മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്, എല്ലാവരും പിരിഞ്ഞു പോണ സമയത്ത് നമ്മുടെ ഇദ്ദേഹം ഒരാളോട് പറഞ്ഞു, അതെ, കമ്മിറ്റി പ്രസിഡൻറ്റിനോട് പറഞ്ഞു, അതെ, സ്വർണം പൂശാനുള്ള പൈസ ഞാൻ തരാം, പക്ഷേ എൻ്റെ പേര് കൊടിമരത്തിൻ്റെ അടിയിലായിട്ടൊന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പൈസ കിട്ടാൻ തയ്യാറായപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, അടിയിലല്ല, നിങ്ങളുടെ പേര് എവിടെ വേണമെങ്കിലും ഞങ്ങൾ എഴുതി വെക്കാമെന്ന്. അങ്ങനെ സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞു. കൊടിമരം സ്വർണം പൂശിയുള്ള അനാച്ഛാദന ദിവസം നമ്മുടെ ക്ഷേത്രത്തിൽ വന്നു. എല്ലാവർക്കും സന്തോഷമായി അല്ലേ? നമുക്കും സന്തോഷമാണ്, സ്വർണം നല്ലൊരു മെറ്റലുമാണ് അല്ലേ? സ്വർണത്തിനോട് ഉള്ള ഒരു ഭ്രമം പ്രത്യേകിച്ച് കേരളത്തിൽ, പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ വിലയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുകയും ചെയ്യും ഇല്ലേ? അങ്ങനെയാണ്. സ്ത്രീകളൊന്നും അവിടെ നിന്ന് മാറണേ ഇല്ല കൊടിമരത്തിൻ്റെ മുമ്പ്, അത് തന്നെ നോക്കിക്കാണ്. നമ്മളെ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, ആർക്കും ഭ്രമമുണ്ടാവും അല്ലേ? സീതയ്ക്കുണ്ടായി. സീത സർവ്വ ആഭരണങ്ങളും ധരിച്ചിട്ടാണ് രാമൻ്റെ കൂടെ വനത്തിലേക്ക് പോയത്. ആഭരണത്തിനോട് ഒരു ഭ്രമം, സ്വർണത്തിനോട് ഒരു ഇഷ്ടം നമുക്കുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാനിനെ കണ്ടത്. നമുക്കും ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ടെങ്കിലും പുതിയൊരു ഡിസൈനിലുള്ളത് കണ്ടാൽ നമുക്ക് വേണം തോന്നില്ലേ? അതുപോലെ സീതയുടെ കഴുത്തിൽ ഇഷ്ടം പോലെ ആഭരണങ്ങളുണ്ട് അല്ലേ? എത്ര ആണ് കൊടുത്ത് അച്ഛൻ പറഞ്ഞയച്ചിരിക്കുന്നത് സീതയെ. പക്ഷേ പുതിയ ഡിസൈനിലുള്ള മാനിൻ്റെ രൂപത്തിലുള്ള ഒരു സ്വർണം കണ്ടപ്പോൾ വല്ലാത്ത കൗതുകം സീതയ്ക്ക് തോന്നി. സ്വർണ്ണ നിറത്തിലുള്ളൊരു മാൻ ഈ ലോകത്ത് എവിടെയും ഇല്ല എന്ന അറിവുണ്ടായിട്ടും, അങ്ങനെ ഒരു വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കുറച്ച് സമയം ഒന്ന് വികാരത്തിനടിമപ്പെട്ടു പോയി. എന്നിട്ട് നമ്മുടെ രാമനോട് പറഞ്ഞു, ആര്യപുത്ര, അതിനെ കളിക്കാൻ കൊള്ളാം, അതിനെ പിടിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. പോകുമ്പോൾ ഒന്നുകൂടി സീത പറഞ്ഞു, സീതയുടെ മമത, സ്വർണത്തിനോടുള്ള മമത എത്ര വളർന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ജീവനോടെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൊന്നിട്ട് കൊണ്ടുവന്നാലും ഞാൻ സ്വീകരിക്കാം എന്ന് സീത പറയുന്നുണ്ട്. നോക്കൂ, സീത ആ സമയത്ത് സീതയ്ക്ക് വന്ന അപകടം, അമിതമായ മമത, സ്വർണത്തിനോടുള്ള അമിതമായ മമത കാരണം സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയി. പക്ഷെ സീതയ്ക്ക് ഈ മമതയെ മനസ്സിലായി. തൻ്റെ വികാരത്തിന് അടിമപ്പെടൽ കൊണ്ടാണ് തനിക്ക് ഈ അപകടം ഉണ്ടായിട്ടുള്ള ആർക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി. അപ്പൊ സീതയെ മുൻനിർത്തി നമ്മളോട് പറയുന്നു, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഭ്രമം വരാം അല്ലേ? മായക്കാഴ്ചകൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാം ഈ ലോകത്ത്. പക്ഷേ കൃത്യസമയത്ത് അതിനെ തിരിച്ചറിയാൻ സാധിക്കണം. സീത പുഷ്പക വിമാനത്തിൽ നിന്ന് നിലവിളിക്കുന്നു, ആരും കേൾക്കുന്നില്ല. സീതയ്ക്ക് മനസ്സിലായി, എൻ്റെ അമിതമായ മമതയാണ് എനിക്ക് അപകടം വരുത്തി വെച്ചത്. ഉടനെ ആഭരണങ്ങളൊക്കെ ഊരി ഒരു തുണിയിൽ പൊതിഞ്ഞ്, തൻ്റെ തന്നെ ഒരു സാരിയുടെ ഒരു തുമ്പിൽ പൊതിഞ്ഞ് അത് താഴെ കാണുന്ന മലയിലേക്ക് ഇട്ട് ഇതെൻ്റെ രക്ഷയ്ക്ക് കാരണമാകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ, മമതയെ ത്യജിച്ചപ്പോൾ ആർക്ക് മോക്ഷം കിട്ടി? പിന്നീട് സീതയ്ക്ക് മോക്ഷം കിട്ടി. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയുള്ള ആശാപാശങ്ങളിൽ നമ്മളൊക്കെ പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെ, ചിലവരൊക്കെ ആ ട്രാപ്പിൽ പെട്ടത് തന്നെയാണ്, തിരിച്ചു വരാൻ സാധിച്ചു എന്ന് വരില്ല. സീത വളരെ ബുദ്ധിപരമായിട്ട് തിരിച്ചു വന്നു. നമുക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ള ഒരു മായാ ലോകത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഭഗവാന്റെ മായ നമ്മളെ വലയ്ക്കാതിരിക്കട്ടെ. അപ്പം പറഞ്ഞു വന്നത്, എല്ലാവരും സ്വർണം കൊടിമരം പൂശിയിട്ടുള്ള അനാച്ഛാദന ദിവസം അങ്ങനെ സന്തോഷമായിട്ട് പോയി കഴിഞ്ഞു. നമ്മളുടെ ക്ഷേത്ര ദേവതകളൊക്കെ ഈ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞാൽ ഇറങ്ങി നടക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആദ്യമൊന്നും ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല
അല്ലേ? ഇന്നത്തെ കാലത്തെ കുട്ടികൾ ക്ഷേത്ര ദേവതകളെ ഇറങ്ങി നടക്കുകയെന്ന് ചോദിക്കും. കാരണം നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടതേ വിശ്വസിക്കുള്ളൂ എന്നുള്ളതാണ്, അല്ലേ? പക്ഷേ ഏറെക്കുറെ സയൻസിൻ്റെ കാര്യത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയൊരു വൈറസ്, ബാക്ടീരിയ നമുക്ക് പണി തരാൻ തുടങ്ങിയപ്പോൾ നമ്മളത് വിശ്വസിച്ചു. പക്ഷേ ഇത്തരത്തിലുള്ള ആധ്യാത്മിക കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് വിശ്വസിച്ചു എന്ന് വരില്ല. ഞാനും വിശ്വസിച്ചില്ല. അപ്പോഴാണ് മുത്തശ്ശി കാളിദാസൻ്റെ കഥ പറഞ്ഞു തന്നത്. ദാസൻ പാണ്ഡിത്യം നേടുവാൻ വേണ്ടി ദാസനെ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. ഒരു വിദ്യാഭ്യാസം ഇല്ല എന്ന് പറഞ്ഞ് ദാസൻ പാവം ഇങ്ങനെ അലഞ്ഞ് ഒരു കുറ്റിക്കാട്ടിലെത്തി. തുടർന്ന് ഒരു ഇരുട്ടി സന്ധ്യാസമയമൊക്കെ ആയി. ഇനി അങ്ങോട്ട് യാത്ര പറ്റില്ല, ദാസന് പേടിയാണതേ. അവിടെയാണ് ഏകദേശം ജീർണിച്ചു എന്ന് തോന്നിക്കുന്ന ഒരു ക്ഷേത്രം. ദാസന് മനസ്സിലായില്ല അത് ക്ഷേത്രമാണെന്നൊന്നും. പക്ഷെ ഒരു വാതിലും അത്യാവശ്യം അടച്ചുറപ്പും മേൽക്കൂരയുമുണ്ട്. ദാസൻ ആ തുറന്നു കിടക്കുന്ന കതക് അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. കതകൊക്കെ അടച്ചു, ആരുമില്ല. നീ ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ യാത്ര തുടരാമെന്ന് വിചാരിച്ച് അതിൽ കയറി കടന്നു. അപ്പോഴാണ് ഇതൊരു കാളീക്ഷേത്രമായിരുന്നു. കാളീദേവി രാത്രി ഊര് ചുറ്റാൻ പോയിരിക്കുകയായിരുന്നു, ഊർവലം വരാൻ പോയിരിക്കുകയായിരുന്നു ദേവി ഒരു പ്രഭാതത്തിൽ ഒരു 4-4:30 ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ തുറന്നിട്ട വാതിൽ അടച്ചു കിടക്കുന്നു. മനസ്സിലായില്ല ആരെന്ന്. ഉടനെ കതകിൽ തട്ടി അകത്താര് എന്ന് ചോദിച്ചു. ദാസൻ അപ്പം തന്നെ ചോദിച്ചു പുറത്താര്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ കോൺവെർസേഷനും ഈ കഥകളൊക്കെ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് ദാസൻ കാളിയുടെ അനുഗ്രഹം കൊണ്ട് കാളിദാസനായി മാറുന്നത്. അപ്പം ഇത് പറഞ്ഞത് എന്തിനാ? ക്ഷേത്ര ദേവതകൾ അത്താഴ പൂജയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രമൊക്കെ നമ്മൾ ക്ലോസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി നടക്കൽ പതിവുണ്ട് എന്ന് പറയാനൊരു ദൃഷ്ടാന്തമാണ് ഈ കഥ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്ന് കൊടിമരം സ്വർണം പൂശി അനാച്ഛാദനം ചെയ്ത ക്ഷേത്രത്തിൽ ആരൊക്കെയുണ്ടെന്നാണ് പറഞ്ഞത്? ശിവനുണ്ട്, പാർവതിയുണ്ട്, 3 മക്കളുണ്ട്. അവർ രാവിലെ തന്നെ റെഡിയാവുകയാണ് വൈകുന്നേരം നടക്കാൻ പോകാൻ വേണ്ടി. പാർവതി കുറച്ച് ഒരുക്കം കൂടുതലായിട്ട് നല്ലൊരു പട്ടുസാരി എടുത്ത് ഉടുക്കുന്നുണ്ട്, ആഭരണങ്ങളൊക്കെ ധരിച്ചു, ഉഡ്യാണം ധരിച്ചു. ഇനി തലയിൽ കിരീടമൊക്കെ വെച്ച് മുടിയൊക്കെ നന്നായി കെട്ടി ഭംഗിയായപ്പോഴത്തേക്ക് ഒരു 4-4:30 പിന്നെ വികൃതികളായിട്ടുള്ള ദേവിയുടെ 3 മക്കളെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു. നിങ്ങൾ അടുത്ത് നടക്കാൻ പോകുമ്പോൾ വികൃതി വല്ലതും കാണിച്ചാൽ അമ്മ വന്നിട്ട് ശരിയാക്കി തരാക്കെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെ, ഏതൊരു കുട്ടിയെയും നമ്മൾ അടുത്ത വീട്ടിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയും, നീ അവരുടെ വീട്ടിൽ പോയിട്ട് ആവശ്യമില്ലാത്തത് കാണിക്കരുത്, കാണിച്ചാൽ അമ്മ വീട്ടിൽ വന്നിട്ട് ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കൊണ്ടുപോകുക. പാർവതിയും അതുപോലെ ഈ വികൃതികളായ 3 മക്കളെയും ഒരുക്കി കഴിഞ്ഞപ്പോഴേക്കും നേരം ഇരുട്ടി. അത്താഴ പൂജയൊക്കെ കഴിഞ്ഞു, തിരുമേനിയൊക്കെ അമ്പലം പൂട്ടിപ്പോയിരിക്കണം. പിന്നെ ശിവന് ഒരുങ്ങേണ്ട കാര്യമൊന്നുമില്ല, അല്ലേ? ആധ്യാത്മികതയുടെ ഉദാത്തമായിട്ടുള്ളൊരു തരത്തിലാണ്. നമ്മൾ കോസ്മെറ്റിക്സ് ഇടുമ്പോൾ അവിടെ ശ്മശാന ഭസ്മം ധരിക്കുന്നു, നമ്മൾ ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ അവിടെ ഒരു സർപ്പത്തെ ധരിക്കുന്നു, ഇനി കപാലമാലകളെ ധരിക്കുന്നു. നമ്മൾ മനോഹരമായ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പുലിത്തോലും ആനത്തോലും അവിടെ ഉപയോഗിക്കുന്നു. ഇനി വണ്ടി എവിടേക്കെങ്കിലും പോകാൻ നമുക്ക് വണ്ടിയില്ല എന്ന് പറഞ്ഞ സങ്കടമാണെങ്കിൽ അവിടെ കാളപ്പുറത്ത് സഞ്ചരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഈ ഭൗതികതയുടെയും ആധ്യാത്മികതയുടെയും സമരസത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ അവർ ഒരുങ്ങിയപ്പോഴത്തേക്കും സമയമായി. അവരങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴതാ സ്വർണ്ണശോഭയിൽ എന്ത് നിൽക്കുന്നു? ഇന്നലെ വരെ കണ്ടില്ല, ഇന്നാണ് അനാച്ഛാദനം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടേ ഉള്ളൂ. എന്ത് ഭംഗിയാണ് ഈ കൊടിമരം കാണാൻ എന്ന് പറഞ്ഞ് ശിവനും പാർവതിയും അതിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കും അതാ കുട്ടികൾ വലിഞ്ഞു കയറി കഴിഞ്ഞു മുകളിൽ. താഴെ നിന്ന് തങ്ങളുടെ 3 മക്കളും എവിടെ എത്തി? മുകളിലെത്തിയിരിക്കണു. പാർവതി ദേവിക്ക് ദേഷ്യം വന്നു. തൻ്റെ സാധാരണ ഒരമ്മ കുട്ടികളെയൊക്കെ വഴക്ക് പറയാൻ വേണ്ടി സാരിത്തുമ്പൊക്കെ ഇവിടെ എടുത്തു കുത്തി ചീത്ത പറയില്ലേ, അതുപോലെ പാർവതി പറഞ്ഞു. പാർവതി കുറച്ച് കാർക്കശ്യമായിട്ടാണ് പറഞ്ഞേട്ടോ, പറയട്ടെ. പാർവതി പറഞ്ഞു, ഇറങ്ങടാ മക്കളെ, ഇത് നിൻ്റെ അച്ഛൻ്റെ വകയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശിവനൊക്കെ പേടിച്ചു പോയി. ശരിക്കും ഇങ്ങനെയുള്ള സഭ്യമല്ലാത്ത ഭാഷ പാർവതിയുടെ നാവിൽ നിന്ന് എങ്ങനെ വന്നു എന്ന് ആലോചിച്ചു ശിവൻ. മക്കളെയൊക്കെ വഴക്ക് പറയണത് ഇങ്ങനെയാണോ എന്നൊക്കെ ആലോചിച്ച് താഴത്തേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കൊടിമരത്തിൻ്റെ താഴത്തോട്ട് വന്നപ്പോൾ ശരിയാണല്ലോ പാർവതി പറഞ്ഞത്,
രാമചന്ദ്രൻ്റെ വക എന്ന് വലിയ അക്ഷരത്തിൽ അവിടെ എഴുതി വെക്കണു. മക്കളെ നോക്കണു, മക്കളെ കാണാനില്ലേ, അവിടെ ദീപാരാധന തട്ടെടുത്ത് കളിച്ചു, അതിൽ എഴുതി വെച്ചിരിക്കണു മാധവിക്കുട്ടി വക എന്ന് എഴുതി വെച്ചിരിക്കണു. അമ്മ വഴക്ക് പറഞ്ഞു, അതിനെ താഴെ ഇട്ടു. പൂജാപാത്രങ്ങൾ എടുത്ത് കളിക്കാൻ തുടങ്ങി, നാരായണിക്കുട്ടി വക എന്ന് എഴുതി വെച്ചിരിക്കണു. അമ്മ പിന്നെയും ചീത്ത പറഞ്ഞു, അതിനെ താഴെ ഇട്ടു. പ്രദക്ഷിണ വഴിയിൽ കൂടെ ഓടാൻ തുടങ്ങി, പാർവതി പിന്നാലെ ഓടാൻ തുടങ്ങി. പ്രദക്ഷിണ വഴി മുഴുവൻ പ്രദക്ഷിണ വഴി വിരിച്ചവരുടെ പേരുകളായിരുന്നു. അക്ഷരത്തിൽ ചവിട്ടിയാൽ അടി കിട്ടുന്ന പറയാ. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ? സരസ്വതി. അതുകൊണ്ടല്ലേ ഗ്രന്ഥമൊക്കെ പൂജയ്ക്ക് വെക്കണേ. നമ്മൾ എല്ലാ മേഖലകളിലും സരസ്വതി ദേവിയെ നമ്മൾ കാണുന്നുണ്ട്. അക്ഷരം നശിക്കുന്നത്, അക്ഷരം നശിക്കാത്തത് എന്നാണ് നമ്മൾ പറയാം. അപ്പം ആ അക്ഷരസ്വരൂപിണി ഇന്നിപ്പോൾ അതിലൂടെ ചവിട്ടി നടക്കണം. അപ്പം തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ ഓരോരുത്തരുടെ വക. ഒരു വകയില്ലാത്തവർ നമ്മുടെ ദേവതകളോ എന്ന് തോന്നിക്കും വിധം ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് ആ ഒരു സംഭവം അവിടെ അവസാനിക്കുന്നത്. അപ്പം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ സമർപ്പിക്കും എന്തെങ്കിലും ഒന്ന്, നമ്മളുടെ വലിയ പേരുകൾ എഴുതി വയ്ക്കും. ഇത് ഒരു സദസ്സിൽ പറഞ്ഞപ്പോൾ ആചാര്യൻ പറഞ്ഞു, പൂർണ്ണ സമർപ്പണം പൂർണ്ണമാകണമെങ്കിൽ നമ്മളൊന്നും നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവിടെ രേഖപ്പെടുത്തരുത്. പക്ഷേ ഇപ്പം ഞാനൊരാൾ നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭാവന ചെയ്തു എന്നിരിക്കട്ടെ, എൻ്റെ പേര് അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വയ്ക്കുമ്പോഴാണ് മറ്റു ചിലർക്കെങ്കിലും തോന്നുക, ആ നമ്മുടെ പേരും ഇവിടെ വലിയ അക്ഷരത്തിൽ, നമ്മുടെ ഒരു മെമ്മറി ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അതിൽ തെറ്റില്ല. പക്ഷേ സമർപ്പണത്തിൻ്റെ ഭാഗം, ഒരു യജ്ഞത്തിൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ ന്യൂനതയുണ്ട്. കാരണം നോക്കൂ, ചെറിയ ചെറിയ അരുവികളും തടാകങ്ങളും നദികളും ഒക്കെ ചെന്ന് ചേരുന്നത് എവിടെയാണ്? സാഗരത്തിലാണ്. ഇപ്പം ഞാൻ പാലക്കാട് നിന്നാണ് വരണത്. എനിക്ക് പാലക്കാടിലെ ചില പുഴകളുടെ പേര് പറയാൻ ഞാൻ ശ്രമിക്കാം. ഭാരതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ചിറ്റൂർ പുഴ തുടങ്ങിയിട്ടുള്ള കൈവഴികളൊക്കെ പൊന്നാനിയിൽ വെച്ച്, മലപ്പുറത്ത് പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു. അപ്പം ഞങ്ങൾ അറബിക്കടൽ കാണാൻ പോയിട്ട് ആ കടലിലെ ഒരു കുമ്പിൾ വെള്ളം എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ പറയുകയാണ്, ഇത് ഈ തുള്ളി വന്നത് എൻ്റെ ഭാരതപ്പുഴയുടെ അടുത്തുനിന്ന്, ഈ തുള്ളി എൻ്റെ ഭാരതപ്പുഴയുടെയാണ്, ഇതിൽ മറ്റേ തുള്ളി എൻ്റെ ഗായത്രി പുഴയുടെയാണ് എന്നൊക്കെ ഞാൻ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരേ ഒരു പേരേ ഉള്ളൂ, സാഗരം എന്നുള്ളൊരു പേര് മാത്രം, സമുദ്രം എന്നൊരു പേര് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളാകുന്ന ചെറിയ നദികൾ, കൊച്ചരുവികൾ, തടാകങ്ങളൊക്കെ ഭഗവാങ്കൽ ചെന്ന് ലയിച്ചു കഴിഞ്ഞാൽ, സമർപ്പണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്തേ ഉള്ളൂ? അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പം നാമവും നാമിയും ഒന്നാകുന്ന മനോഹരമായൊരു പ്രക്രിയയാണ് എന്ത്? സമർപ്പണം. അതിൽ ന്യൂനത പാടില്ല എന്നുള്ളതാണ്. നമ്മൾ സമർപ്പിച്ചാൽ ഞാൻ സമർപ്പിച്ചതാണ് എന്നുള്ള ഭാവം ഇനി എഴുതി വെച്ചാലും കുഴപ്പമില്ല, ഞാൻ സമർപ്പിച്ചതാണ് എന്നുള്ള ഭാവം അതിൽ വയ്ക്കാതിരിക്കാൻ ശ്രമിച്ചാൽ അതാണ് പരിപൂർണ സമർപ്പണം എന്നുള്ള അർത്ഥം അതിലേക്കേ വരുള്ളൂ. അപ്പം ഇവിടെ ഉത്തരയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഭാഗവതത്തിൽ ഉത്തരയെ മുൻനിർത്തി ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് പരിപൂർണ സമർപ്പണം. ഇനി ആരുമില്ല ആശ്രയിക്കാൻ, ഒരു കാര്യം. രണ്ടാമത് ആശ്രയബോധം എന്ന് പറയുന്നത് ഉത്തരയുടെ മനസ്സിൽ പണ്ട് തൊട്ടേ ഉണ്ട്. പെട്ടെന്ന് ആരും ഇല്ലാണ്ടായപ്പോൾ നമ്മളൊക്കെ അങ്ങനെയായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ ബാഹുബലത്തിൽ, യൗവനത്തിൽ അല്ലേ അഭിമാനിക്കും. അഭിമാനം നല്ലത് തന്നെ, എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ അഭിമാനിക്കും, നമ്മളുടെ ബന്ധുക്കളിൽ അഭിമാനിക്കും, നമ്മളുടെ ധനത്തിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പെട്ട് നമ്മൾ ആശ്രയബോധം നഷ്ടപ്പെട്ടവരാണ്. ഭഗവാങ്കൽ ആശ്രയിക്കില്ല, ധനത്തിൽ ആശ്രയിക്കും, മറ്റുള്ളവരെ ആശ്രയിക്കും. പക്ഷേ അതൊക്കെ നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഇനി ആരെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത് അല്ലേ? ഗജേന്ദ്രമോക്ഷം എന്ന് പറയുന്ന ഭാഗവതത്തിലെ ഒരു ഭാഗം, ആ കാടുകുലയ്ക്ക് വരുന്നൊരു കാട്ടാന ഇത്രയും ബന്ധുബലമുണ്ടായിട്ടും ഇത്രയും ബാഹുബലമുണ്ടായിട്ടും ഒരു കൊച്ചു മുതലയുടെ മുൻപിൽ ആശ്രയബോധമറ്റവനായിട്ട് മാറി. പിന്നെയാണ് ഇനി ആരെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്, ഇനി ആരെ എന്നുള്ള ചോദ്യം. ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഉണ്ടാവണം. അല്ലാതെ മക്കളൊക്കെ വലിയ മണിമാളിക കെട്ടിത്തന്ന് UK ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ പോയി ജോലിക്ക് അവർ സെറ്റിലായി, പിന്നെ ഇങ്ങോട്ട് വരവുണ്ടാവില്ല അവരുടെ. അപ്പം ഈ മാളികകളിലും നമ്മൾ അനാഥരായിട്ട് കഴിയുമ്പോൾ നമുക്ക് സമ്പത്തുണ്ട്, നമുക്ക് വസ്ത്രങ്ങളുണ്ട്, എല്ലാം നമുക്കുണ്ട്, പക്ഷെ നമുക്ക് സമാധാനമില്ല. നോക്ക്, ഉത്തര എന്ന് പറയുന്നത് ഒരു രാജകുമാരിയാണ്, എല്ലാവരും നഷ്ടപ്പെട്ടു. പക്ഷെ ഉത്തരയ്ക്ക് നേരത്തെയുള്ള ആശ്രയബോധത്തിൻ്റെ ഒരു കണിക ഉണ്ടായതുകൊണ്ട് ശ്രീകൃഷ്ണൻ തക്ക സമയത്ത് ആരെ രക്ഷിച്ചു? ഉത്തരയെ രക്ഷിച്ചു. ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷിത്ത് എന്ന് പറയുന്ന അല്ലേ ആ പ്രജ സർവ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും കടന്നു വന്നതുകൊണ്ട് പരീക്ഷിത്ത് എന്ന പേരോടുകൂടി നമുക്കൊക്കെ ഭാഗവതം വിതരണം ചെയ്യാനുള്ളൊരു നിമിത്തമായിട്ട് ആര് മാറി?
പരീക്ഷിത്ത് മഹാരാജാവ് മാറി. അതിന് ഹേതുവായത് എന്താണ്? ഉത്തര എന്ന് പറയുന്ന സ്ത്രീയുടെ പരിപൂർണ സമർപ്പണമാണ് ഇന്ന് നമുക്ക് ഭാഗവതം ലഭിക്കാൻ, അല്ലേ? ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നമ്മൾ എപ്പോഴും ഏതൊരു ചരിത്രത്തിൻ്റെ പിന്നിലും ഏതൊരു ചരിത്ര വിജയത്തിൻ്റെ പിന്നിലും ആരുടെ കരങ്ങൾ ഉണ്ടാവും? ഒരു പറഞ്ഞോളൂ, സ്ത്രീയുടെ കരം ഉണ്ടാവും, അല്ലേ? ഒരാള് അജയ്യനായിട്ട് ഈ ലോകത്ത് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഭാര്യയായിട്ടോ പെങ്ങളായിട്ടോ അമ്മയായിട്ടോ ബന്ധുവൊക്കെ ആയിട്ടോ ഒരു സ്ത്രീ അവരുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പം നമുക്ക് അഭിമാനിക്കാം, ഈ സ്ത്രീ ശരീരങ്ങളിൽ ജനനം കിട്ടിയത് കൊണ്ട് നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. നോക്കൂ, അതിന് പ്രത്യേക തരത്തിൽ എഡ്യൂക്കേഷനൊന്നും നമുക്ക് ആവശ്യമില്ല, അല്ലേ? സ്കൂളിൽ പോയി പഠിച്ച് നമ്മളെ എന്നാലേ എല്ലാവരും അംഗീകരിക്കുള്ളൂ. പ്രത്യേകിച്ച് ഭക്തിയുടെയും ആധ്യാത്മികതയുടെയും കാര്യത്തിൽ ഇത്തരം മാനദണ്ഡങ്ങൾക്കൊന്നും യാതൊരു പ്രയോജനവുമില്ല. കാരണം രാമായണം കേട്ടിട്ടില്ലേ? രാമായണം എന്ന് പറയുന്ന ആദികാവ്യം ഉണ്ടായത്, അതിന് പ്രേരകമായിട്ട് അതിനൊരു ഇച്ഛാശക്തിയായിട്ട് മാറിയത് കാട്ടിലെ ഒരു സ്ത്രീ ശബ്ദമാണ്. കാട്ടിലെ ഒരു സ്ത്രീ ചൊല്ലിയ 2 വരികളാണ് രാമായണം എന്നൊരു കാവ്യം രചിക്കാൻ, ഒരു കാട്ടാളനെ തപസ്യയാക്കി മാറ്റാനുള്ള ഒരു മാന്ത്രിക വിദ്യ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ രത്നാകരൻ എന്ന് പറയുന്ന ഒരു കാട്ടുകള്ളൻ കാട്ടിലൂടെ സഞ്ചരിച്ച് വരുന്ന വഴിയിലുള്ള ആളുകളുടെ ദ്രവ്യങ്ങളൊക്കെ മോഷ്ടിച്ചിങ്ങനെ കഴിയുന്ന കാലം സപ്തർഷികൾ ചോദിച്ചു അത്രേ, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ആരാണ് അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ അവരോട് പറഞ്ഞു, ഇതൊക്കെ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ളതാണ്, അപ്പോൾ അവരും കൂടി അനുഭവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണോ ഭാര്യയുടെ മറുപടി എന്ന് ചോദിക്കാനായി എത്തിയ രത്നാകരനെ തൻ്റെ സമർത്ഥമായ 2 വരികൾ കൊണ്ട് നേരിട്ട രത്നാകരൻ്റെ പത്നി എവിടെയെങ്കിലും ഉണ്ടോ? പേര് ഉണ്ടോ? രത്നാകരൻ്റെ പത്നിയുടെ പേര് രാമായണത്തിൽ കണ്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു പേരിടാമെന്നേ ഉള്ളൂ, അല്ലേ? കാടകങ്ങളിലെ കുടിലുകളിൽ ഇരുന്നു കൊണ്ട് ഭർത്താവിനും മക്കൾക്കും വെച്ചു വിളമ്പിയിട്ട് പോലും രാമായണം എന്ന് പറയുന്ന ഇതിഹാസം ചമയ്ക്കുവാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് ആരുടെ നാവിൽ നിന്നാണ്? ആരെക്കൊണ്ടാണ് അത് പറയിപ്പിച്ചത്? നമ്മൾ വേണമെങ്കിൽ വിളിക്കാം ആദിവാസി എന്ന് വിളിക്കാം, പ്രാകൃത സ്ത്രീ എന്ന് വിളിക്കാം, വിദ്യാഭ്യാസമില്ലാത്ത സ്ത്രീ എന്ന് വിളിക്കാം. പക്ഷേ അവർ പറഞ്ഞു, നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിച്ചു മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഈ ഒരു വാക്കിലാണ് ആര് തിരുത്തിയത്? തൻ്റെ ഭർത്താവിനെ പോലും മറ്റൊരു ജന്മത്തിലേക്ക് പരിവർത്തനം പെടുത്തി. ഒരു ജന്മത്തിൽ നമുക്ക് മറുജന്മം തരുന്ന ഒരാളെ നമ്മൾ അമ്മ എന്ന് വിളിക്കൂ, അല്ലേ? മാതാവ്, മാതൃസ്ഥാനത്ത് നിർത്തി. അപ്പോൾ ധർമ്മപത്നി എന്ന പേര് അന്വർത്ഥമാകുന്നതും രത്നാകരൻ്റെ ഭാര്യയ്ക്ക്. മാതാവ് എന്ന് പറഞ്ഞാൽ സർവശ്രേഷ്ഠമായിട്ടുള്ള പദത്തിൽ ഉയർന്നതും രത്നാകരൻ്റെ ഭാര്യ. അങ്ങനെ അദ്ദേഹം തപസ്വിയായി ദ്വിജൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉത്തരയ്ക്കും കുന്തിദേവിക്കും അതുപോലെ ഭക്തിദേവിക്കും ഇനി വരുന്ന കഥാപാത്രങ്ങൾക്കുമെല്ലാം നമ്മളൊക്കെ വിചാരിക്കണ പോലെയുള്ള ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർമ്മല. അവരൊക്കെ ആധ്യാത്മികമായിട്ട് സമ്പന്നരാണ്, ശ്രേഷ്ഠരാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമല്ല, ഇതിൽ ഓരോ കഥാപാത്രങ്ങളും രത്നസദൃശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് വിതരണം ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീ കഥാപാത്രങ്ങളായതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകൾ ആരാധന ചെയ്യാൻ പാടുമോ, സ്ത്രീകൾ അങ്ങനെ ചെയ്യാൻ പാടുമോ, ഇങ്ങനെ ചെയ്യാൻ പാടുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങളിലാണ് നമ്മളൊക്കെ ഉണ്ടാവുക. പക്ഷേ ഒരു സംശയവും വേണ്ട, ഭഗവത് നാമം ജപിച്ച് അതിൻ്റെ മഹിമയെ അറിയാൻ നാവുന്നേ വേണ്ടു, ഹരിനാരായണായ നമ എന്ന് പ്രാർത്ഥിച്ച ഒരു സംസ്കാരം നമ്മുടെ കൂടെയുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സ്ത്രീ കഥാപാത്രമാണ്, നിങ്ങൾക്കറിയാം, കുന്തിദേവി. ആരാണ് കുന്തിദേവി? പൃഥ എന്ന പേരോട് കൂടിയിട്ടുള്ള കുന്തി ശൂരസേന മഹാരാജാവിൻ്റെ മക്കളിൽ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ തൻ്റെ സഹോദരനായിട്ടുള്ള കുന്തിഭോജന ദത്തുപുത്രിയായിട്ട് ആര് നൽകി? ശൂരസേനൻ കൊടുത്തു. കുന്തിഭോജന ദത്തുപുത്രിയായിട്ട് നൽകപ്പെട്ടത് കൊണ്ട് കുന്തി എന്ന പേര് പൃഥ മാറി എന്തായിട്ട് മാറി? കുന്തി എന്നുള്ള പേര് സ്വീകരിച്ചു. ഈ കുന്തി മാതാവിനെ ഇവിടെ ആദ്യം ഭാഗവതം ഭഗവാനെ സ്തുതിപ്പിക്കുന്നത് ആരെ കൊണ്ടാണ്? കുന്തിദേവിയെ കൊണ്ടാണ്. കുന്തിസ്തുതിയാണ് ഭാഗവതത്തിൽ ആദ്യം കടന്നു വരുന്നത്. പല പുരാണങ്ങളും പല ആധ്യാത്മിക ശാസ്ത്രങ്ങളും വിമർശിക്കപ്പെടുന്നത് സ്ത്രീകളൊക്കെ അബലകളാണെന്ന് പറഞ്ഞു. സ്ത്രീകൾക്കൊന്നും പെൺബുദ്ധി പിൻബുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗിക്കും, അല്ലേ? ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ?
സ്ത്രീകൾ അബലകളാണ്, അവർക്ക് ഒരുപാട് ചാപല്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു പുരാണങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് പുരാണങ്ങളെയൊക്കെ വിമർശിക്കുന്നത്. പക്ഷേ ഈ പുരാണങ്ങളെയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് പരിശോധിച്ചു നോക്കൂ. സ്ത്രീകളുടെ ചാപല്യവും പറയും, ഒരുപോലെ തന്നെ സ്ത്രീകൾ പ്രബലകളാകുന്ന ധാരാളം സന്ദർഭങ്ങളും എവിടെയുണ്ട്. അതിനൊക്കെ വലിയൊരു ഉദാഹരണമാണ് കുന്തിദേവി എന്ന് പറയുന്നത്. കുന്തിദേവി അനുഭവത്തിൻ്റെ തീച്ചൂളയിലൂടെ നടന്നു കയറിയ ഒരു സ്ത്രീയാണ്. ഇഷ്ടം പോലെ ഭാഗ്യനിർഭാഗ്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടും അവസാനം ശ്രീകൃഷ്ണനെ കാണുമ്പോൾ കുന്തിദേവി ചോദിക്കുന്ന ചോദ്യം എന്താണ്? കുന്തിദേവി ചോദിക്കുന്ന വരം എന്താണ്? എന്താ വരം? വിപദസന്തു നശ്വത് തത്ര തത്ര ജഗൽഗുരോ ഭവതോ ദർശനം യത്സ്യാദ് അപുനർഭവദർശനം. വിപദഃ സന്തു, വിപത്തുകളെ ആപത്തുകളെ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരൂ എന്നാണ്. എത്ര ധൈര്യമായിട്ടാണ് അവർ ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു വരം ശ്രീകൃഷ്ണനിൽ നിന്ന് വാങ്ങിക്കുന്നത്, ചോദിച്ചു വാങ്ങിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ ധൈര്യം വരുമോ? നമ്മളൊരു അമ്പലത്തിൽ പോയാൽ നമ്മുടെ ആദിവ്യാധികൾ മാറണേ, ആപദാം അപഹർത്താരം, ആപത്തുക്കളൊക്കെ വിട്ടുപോട്ടെ, ദാതാരാം സർവസമ്പദാം, എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ, അല്ലേ? ഇങ്ങനൊരു പ്രാർത്ഥനയാണ് നമ്മൾ നടത്താറ്. പക്ഷേ കുന്തി അതിനെ വിപരീതമായി എടുത്തു. ഭാഗവതത്തിൽ ആദ്യത്തെ സ്തുതി, കുന്തിക്ക് എന്താ വല്ല വിഡ്ഢിത്തവും ബാധിച്ചോ, തലയ്ക്ക് എന്തെങ്കിലും സുഖമില്ലേ എന്നൊക്കെ ചിന്തിച്ചു ആദ്യം. ഇങ്ങനെയൊരു പ്രാർത്ഥന, വിചിത്രമായ, ആരും ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്ത പ്രാർത്ഥന, ആപത്തുകളൊക്കെ ഇനിയും വരട്ടെ എന്ന്. ഇനി ഒരു രസത്തിന് കുന്തിദേവി ഭഗവാന്റെ മുൻപിൽ, നമ്മുടെ മുൻപിൽ, അവിടെ കൂടിയ ആളുകളുടെ മുൻപിൽ ആളാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണോ? അല്ല. കാരണം കുന്തിക്ക് ഒരുപാട് ദുഃഖങ്ങൾ, ഇതിനപ്പുറത്തേക്കുള്ള ദുഃഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച ആളാണ്. ചെറുപ്പത്തിലെ തൻ്റെ അഡ്രസ്സ് തന്നെ മാറി, അല്ലേ? സ്വന്തം പിതാവിനെയും മാതാവിനെയും ജന്മനാടിനെയൊക്കെ വിട്ടിട്ട് മറ്റൊരു നാട്ടിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. അതൊരു ദുഃഖം. ഒരു സമയമെങ്കിലും തൻ്റെ മാതാപിതാക്കളെ കാണാൻ ആഗ്രഹിച്ചിരുന്ന, കൊതിച്ചിരുന്ന ഒരു മനസ്സാർക്കുണ്ടായിരുന്നു? കുന്തിദേവിക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞില്ല. മറ്റൊരു സ്ഥലത്തൊരു രാജകുമാരിയായി സർവ്വസൗഭാഗ്യങ്ങളിൽ വളരുമ്പോഴും കുന്തിയുടെ മനസ്സിൽ ദുഃഖമുണ്ടായിരുന്നു. എല്ലാവരെയും ബഹുമാനിച്ചും ആദരിച്ചും ശുശ്രൂഷിച്ചും കഴിഞ്ഞ കുന്തിയുടെ മുമ്പിൽ ഒരിക്കൽ ദുർവാസാവു മഹർഷി വന്നെത്തി. ദുർവാസാവു മഹർഷി നമുക്കറിയാം. ഇപ്പം ഏത് മഹർഷിമാരെ നമുക്ക് അറിഞ്ഞില്ലെങ്കിലും ദുർവാസാവ് ക്ഷിപ്രകോപിയാണ്, അല്ലേ? പെട്ടെന്ന് ശപിച്ചു കളയും എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ആ കോപാകുലനായിരിക്കുന്ന മഹർഷിയെ പോലും, അദ്ദേഹത്തിന് പോലും ദയ ഉണ്ടാകത്തക്ക വിധം അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. എത്രയോ ദിവസം കുന്തിഭോജൻ്റെ അന്തപുരത്തിൽ മഹർഷി താമസിച്ചു. മഹർഷിയെ വളരെ കൃത്യമായി ശുശ്രൂഷാദികൾ കൊണ്ട് ആര് നോക്കി? നന്നായി പരിപാലിച്ചു ആര്? കുന്തിദേവി. അവിടെ നിന്നും കുന്തിദേവിക്ക് ഒരു വരം കൊടുത്തു മഹർഷി. നിനക്ക് ആരിൽ നിന്ന് വേണമെങ്കിലും സന്താനോൽപാദനം ചെയ്യാനുള്ളൊരു ശേഷി ഉണ്ടാവട്ടെ, ഞാനിതാ ഒരു മന്ത്രം നിനക്ക് തരുന്നു എന്നുള്ള രീതിയിൽ അനുഗ്രഹിച്ചു. മഹർഷി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്നാൽ കുന്തിയുടെ ഒരു ദുഃഖം കുറഞ്ഞു കിട്ടുമായിരുന്നു, അല്ലേ? വരം പിന്നീട് ഉപകാരപ്പെട്ടു. കാരണം കുന്തിദേവിക്ക് പാണ്ഡുവിനെ വിവാഹം കഴിച്ചും പുത്രോത്പാദനം നടത്താനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ആ സമയത്തൊക്കെ ഈ മന്ത്രം കൊണ്ട് ഉപകാരമുണ്ടായി. ദീർഘവീക്ഷണമുണ്ടായിരുന്ന മുനിശ്രേഷ്ഠൻ ആ വരം കൊടുത്തുവെങ്കിൽ പോലും ഇപ്പം നമ്മളൊരു കുട്ടിയെ വിളിച്ചിട്ട് ആ കുട്ടിയുടെ കയ്യിലൊരു പൊതി കൊടുത്തയച്ചിട്ട് ആ കുട്ടിയോട് പറയുകയാണ്, നീ വീട്ടിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി കേട്ടോ, അതിൽ വിശേഷപ്പെട്ടൊരു സാധനം വെച്ചിട്ടുണ്ട്, വീട്ടിലെത്തിയിട്ട് നീ അത് ഓപ്പൺ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ആ കുട്ടി, വളരെ ചെറിയൊരു കുട്ടി, ആ കുട്ടിയുടെ കൗതുകം, ആ കുട്ടിയുടെ ജിജ്ഞാസയൊക്കെ വെച്ച് വീട്ടിലെത്തിയിട്ടാണോ അത് തുറക്കുക? ആണോ? അല്ല. അതിനു മുൻപ് തന്നെ അതിനെ തുറന്നു നോക്കാനുള്ളൊരു കൗതുകം. അങ്ങനെ ബാല്യസഹജമായിട്ടുള്ളൊരു കൗതുകം കാരണം കുന്തിദേവി ആ മന്ത്രത്തെ പ്രയോഗിക്കുകയാണ്. സൂര്യദേവനിൽ പ്രയോഗിച്ചു. അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. കർണൻ എന്നു പേരോടുകൂടി ഒരു കുട്ടിയുണ്ടായി. പക്ഷേ അപമാനത്തെ ഭയന്ന് അതിനെയും നദിയിൽ ഒഴുക്കേണ്ട ഒരു അമ്മയുടെ ഗതികേടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പിന്നീട് മുഴുവൻ അവർക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല. പിന്നീട് ധർമ്മിഷ്ഠരായ എത്ര പുത്രന്മാർ അവർക്കുണ്ടായി എന്ന് പറഞ്ഞാലും ചെറുപ്പത്തിൽ അവർ ഈ ചെയ്തതിൻ്റെ വേദന ഒരു കോണിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്തൊക്കെ. ഇനി അത് കഴിഞ്ഞ് പാണ്ഡുവിനെ വിവാഹം കഴിച്ചു. ധൃതരാഷ്ട്രരുടെ മക്കളിൽ നിന്നും ആ രാജ്യത്തു നിന്നും ഉണ്ടായിട്ടുള്ള വേദനകൾ പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അജ്ഞാതവാസത്തിന് പറഞ്ഞയച്ചു. ചൂത് കളിച്ച് തോൽപ്പിച്ചു, പടിയിറക്കി. പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തു. അരക്കിലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ നോക്കി. ഭീമനെയൊക്കെ വിഷം കൊടുത്തു കൊല്ലാൻ നോക്കി. തൻ്റെ മക്കളെ നിരന്തരം ഉപദ്രവിക്കുന്ന കൗരവാദികളുടെ അടുക്കൽ നിന്നും
എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ കൃഷ്ണൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം എന്ന് ആ അമ്മ പറഞ്ഞു. പക്ഷേ മറ്റൊന്നിനെക്കുറിച്ചും പരിഭവമോ പരാതിയോ ഒന്നും ആര് പറഞ്ഞില്ല? കുന്തിദേവി. നമ്മളൊക്കെ പ്രാർത്ഥിച്ചാൽ, ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഭക്തകളാണ് എന്നുള്ള വിചാരത്താൽ നമ്മൾ പറയും, എന്തെങ്കിലും ചെറിയൊരു വിഷമം നമ്മളുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ നമ്മൾ പറയും, ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഇത്രയൊക്കെ ഞാൻ വഴിപാട് ചെയ്തിട്ടും ഭഗവാൻ എന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചില്ലേ, ഞാനിനി ഭഗവാനെ വിളിക്കില്ല, അമ്പലത്തേക്ക് പോവില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതിജ്ഞ ചെയ്ത് കളയും. ഇപ്പം ഇവിടെ കുന്തിദേവിയെയും നമ്മളെയും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയാൽ കുന്തിദേവി ജീവിതത്തിൽ യാതൊരു പരിഭവവും ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ധർമ്മം വിട്ട് കളിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പെരുമാറ്റം ഉണ്ടാവുമ്പോൾ തൻ്റെ ഗുണങ്ങളെ ഒന്നും ത്യജിക്കാൻ ആര് തയ്യാറല്ലായിരുന്നു? കുന്തിദേവി. നമുക്ക് നല്ല ഗുണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? സദ്ഗുണ സമ്പന്നന്മാർ ധാരാളം ഇവിടെ ഉണ്ടാവും, സദ്ഗുണ സമ്പന്നകളുണ്ടാവും. പക്ഷേ വിപരീത സാഹചര്യം വരുമ്പോൾ നമ്മളെ യഥാർത്ഥ മുഖം നമ്മൾ പുറത്ത് കാണിക്കും. നമ്മളുടെയൊക്കെ സദ്ഗുണത്തെ നശിപ്പിക്കുന്ന പല ദുർഗുണങ്ങളും പുറത്തു വന്നു എന്ന് വരാൻ. അപ്പൊ കുന്തിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. കുന്തി എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ സഹിച്ചപ്പോഴും കുന്തിയുടെ ഉള്ളിൽ തൻ്റെ ധർമ്മം എന്ന് പറയുന്ന ധർമ്മമൂർത്തിയായ കൃഷ്ണൻ ഇങ്ങനെ കുന്തി സുഖം അനുഭവിച്ചിട്ടുണ്ട്. സുഖം, ഭൗതിക സുഖങ്ങളിലൊക്കെ അങ്ങേയറ്റത്തെ സുഖം. രാജകുമാരിയായിരുന്നു, കൊട്ടാരത്തിലെ സകല സൗകര്യങ്ങളും അനുഭവിച്ച സ്ത്രീ. എന്നാൽ ജീവിതത്തിൻ്റെ തീക്ഷ്ണമായ തീച്ചൂളയിലൂടെയും നടന്നു പോയിട്ടുണ്ട്. ആ സുഖം വരുന്ന സമയത്തും ദുഃഖം വരുന്ന സമയത്തും കുന്തിദേവി ഭഗവാനെ മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ. പക്ഷെ കുന്തിദേവി ഇതിലൊരു വ്യത്യാസം പറയുന്നുണ്ട്, നമ്മളോട് ഒരു വ്യത്യാസം പറയുന്നുണ്ട്. ഞാൻ സുഖം അനുഭവിച്ചപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചു, ദുഃഖം വന്നപ്പോഴും ഭഗവാനെ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ ദുഃഖം അനുഭവിച്ചപ്പോൾ ഭഗവാനെ വിളിക്കുന്നതിൻ്റെ ഭാവ തീവ്രതയോടുകൂടി ഞാൻ സുഖിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭഗവാനെ വിളിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിതാ ഭഗവാനെ ഒരു ഇക്വേഷൻ, ഒരു സമവാക്യം ഡിറൈവ് ചെയ്യുന്നു, ഒരു സമവാക്യം ഞാൻ രൂപപ്പെടുത്തിയെടുക്കുന്നു. വിപദഃ സന്തു, ആപത്തെ വന്നാലും. കാരണം ആപത്ത് വന്നാൽ, അപ്പം ഞാൻ ആദ്യം നമ്മളൊക്കെ സാമാന്യമായി ഭാഗവതത്തിലെ കുന്തിസ്തുതി നോക്കിക്കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത്രയും അനുഭവിച്ചത് പോരാണ്ട് ഇനിയും ദുഃഖം ചോദിച്ചു വാങ്ങിയ വിഡ്ഢിയായ ഒരു സ്ത്രീയായിട്ട് കുന്തിയെ മനസ്സിലാക്കാൻ വരട്ടെ. കുന്തി ദുഃഖമാണോ ഭഗവാനോട് ചോദിച്ചത്? നമ്മളെയൊക്കെ പറഞ്ഞ് ആദ്യം ധരിപ്പിച്ചു. ശ്ലോകം വായിക്കുമ്പോൾ വിപദഃ സന്തു, ദുഃഖം വരട്ടെ. പക്ഷേ ദുഃഖം എന്ന് മറ്റുള്ളവരുടെയൊക്കെ കണ്ണിലിങ്ങനെ പൊടിയിടാൻ ദുഃഖത്തെ ചോദിച്ച് വാങ്ങിയെങ്കിലും പരമാനന്ദത്തെയാണ് ആര് പ്രാർത്ഥിച്ചത്? പരമാനന്ദത്തെയാണ് ആര് വരിച്ചത്? ബ്രഹ്മാനന്ദത്തെ പ്രാർത്ഥിച്ച കുന്തിദേവിയായിട്ട് ഇന്നും കുന്തിസ്തുതി ഭാഗവതത്തിൽ നമസ്തേ പുരുഷം ത്വാമാദ്യമീശ്വരം പരം എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന കുന്തിസ്തുതി നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞ് നമസ്തേ നമസ്തേ എന്ന് പറഞ്ഞ് ഭഗവാനിൽ പരിപൂർണ ശരണാഗതി. എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പം അവസാനം എന്താ, ഉത്തരയുടെ ഗർഭത്തെ പോലും ഭഗവാൻ സംരക്ഷിച്ച് പാണ്ഡവ വംശത്തെ ധന്യമാക്കിയിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ കൃതജ്ഞത കൊണ്ട് ആ മാതാവ് ശ്രീകൃഷ്ണൻ സ്വന്തമാണ് അല്ലേ, കുന്തിദേവിയുടെ സ്വന്തമാണ്. പക്ഷെ ആ നിലയിൽ ഒന്നുമല്ല, ഒരു ഭഗവാൻ എന്നുള്ള ഈശ്വരൻ തൻ്റെ ഉള്ളിലുള്ള ആ പരമാത്മാവിൻ്റെ അംശം എന്നുള്ള രീതിയിൽ ശ്രീകൃഷ്ണനെ നോക്കി സ്തുതിച്ച ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പം കുന്തി അനുഭവങ്ങളെയാണ് എന്താക്കിയത്, ഗുരുവാക്കി ചമച്ചത്. ആ അനുഭവങ്ങളിലൂടെയാണ് കുന്തി ഈ ഇക്വേഷൻ കണ്ടെത്തിയത്. ഇതിനൊരു ഉദാഹരണം ഭാഗവതം പറയുന്നുണ്ട്. ചഷാണാ ഹരിഹി ചഷാണാമിവ തോയമീപ്സിതം എന്ന്. ഒരു കുഞ്ഞു മീൻകുട്ടി വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കണു. അത് തൻ്റെ അമ്മ മീനിനോട് പോയി ചോദിച്ചു അത്രേ, അമ്മേ ഈ വെള്ളം എന്ന് വെച്ചാൽ എന്താണ്? വെള്ളം എന്ന് വെച്ചാൽ എന്താണ്? അപ്പം അമ്മ ചോദിച്ചു, നമ്മൾ ജീവിക്കണത് വെള്ളത്തിൽ, നമ്മളെല്ലാം ചെയ്യണത് നമ്മുടെ അകത്തും പുറത്തുമൊക്കെ വെള്ളം. ഇങ്ങനൊരു ചോദ്യമേ വിഡ്ഢിത്തമാണ്, ചോദ്യമേ പാടില്ല എന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അമ്മ വെള്ളം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണു. അപ്പം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അമ്മ പറയണത് നമ്മുടെ അകത്തും പുറത്തൊക്കെ വെള്ളമാണെന്ന് അമ്മ എങ്ങനെയാണ് പറയണതെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറയാണ്, നമ്മുടെ കാരണവന്മാർ, നമ്മുടെ പൂർവികരൊക്കെ പറഞ്ഞതാണ് ഈ അറിവ് അല്ലേ. അപ്പം മീനടക്കം, ഒരു മത്സ്യമടക്കം തൻ്റെ പൂർവികരിൽ പറഞ്ഞ വാക്കുകളിൽ എത്രമാത്രം വിശ്വാസവും സമർപ്പണവും ചെലുത്തുന്നുണ്ട്. ഇന്ന് നമ്മൾ വിശ്വസിക്കില്ല. കാഷായം ധരിച്ച മഹർഷിമാർ കാട്ടിൽ എവിടെയോ ഇരുന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ ശ്ലോകങ്ങളെയൊക്കെ വലിച്ചെറിയും അല്ലേ.
പണ്ട് ഇത് പറയായിരുന്നു, ക്ഷേത്രങ്ങളൊക്കെ പണ്ട് കാവുകൾ ആയിരുന്നു അല്ലേ. കാവെന്ന് പറഞ്ഞാൽ ഒരു നാഗത്തറയൊക്കെ ഉണ്ടാവും, അവിടെ താങ്ങുവേരുള്ള ധാരാളം തായ്വേരും താങ്ങുവേരുമുള്ള വൃക്ഷങ്ങൾ ഉണ്ടാവും. അത് പ്രകൃതിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുക. അവിടെയുള്ള ഓക്സിജൻ്റെ ആ പ്രാണവായു എത്ര ശുദ്ധമാണെന്ന് അറിയാമോ? അതാണ് കാവ് തീണ്ടിയാൽ കുളം പറ്റും എന്ന് പൂർവീകർ പറയാറുണ്ട്. അതായത് കാവ് തീണ്ടിയാൽ കുളം പറ്റും എന്ന് വെച്ചാൽ ഈ കാവുകളും ഈ പ്രകൃതിയുടെ ഭാഗം ഇത് നശിപ്പിച്ചാൽ, അവിടെ ഡെവലപ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞ് ആ ഭാഗം വൃത്തിയാക്കി വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാൽ അതെന്തായി മാറും? കുളം പറ്റുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുളം പറ്റിയ ഒരു അവസ്ഥ തന്നെയല്ലേ. മഴയില്ല. പാലക്കാടിൽ നിന്നാണ് ഞങ്ങൾ വരണത്. ഇപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവിടെ മഴ കിട്ടിയിട്ടേ ഇല്ല. ആ അവസ്ഥയിൽ വെന്തുരുകുന്ന ഈ ആഗോളതാപനം വർദ്ധിച്ചു, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മീഥേനിൻ്റെയൊക്കെ അളവ് കൂടി. ഇങ്ങനെ ശാസ്ത്രം വികസിച്ചപ്പോഴാണ് പണ്ടുള്ള കാരണവന്മാർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാതെ പോയ ആളുകൾ ഇന്ന് എൻവറോൺമെൻറ്റൽ സയൻസ് പറഞ്ഞു കാവ് സംരക്ഷണം എന്ന്. അവരന്ന് വെട്ടിക്കളയാൻ പറഞ്ഞ ആളുകളാണ്. ഒരു വിപ്ലവം വന്നപ്പോൾ കാവുകൾ ഇതൊന്നും വേണ്ട, ഇതൊക്കെ കാട് പിടിക്കും, ഇതിനെയൊക്കെ വെട്ടിക്കളയൂ. അതൊന്നും കേൾക്കാണ്ട് നമ്മൾ കാരണവന്മാരെയൊക്കെ മാറ്റി നിർത്തി നമ്മൾ കാവിനെ നശിപ്പിച്ചു. ഇപ്പോഴാണ് എൻവറോൺമെൻറ്റൽ സയൻസ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഓഫ് സയൻസ് വികസിച്ചപ്പോൾ അവർ പറഞ്ഞു പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കാവുകളെ പുനഃസ്ഥാപിക്കുക എന്ന്. അപ്പോൾ ഉടനെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാലേ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് കസേരയിലിരുന്ന് AC-യിലിരുന്ന് പ്രസംഗിച്ചാലേ, തിയറി ആയിട്ട് വന്നാലേ നമ്മൾ വിശ്വസിക്കുള്ളൂ. പക്ഷേ കാടകങ്ങളിലിരുന്ന്, ഹിമാലയ സാനുക്കളിലിരുന്ന് കേവലം അല്ലെങ്കിൽ കാഷായം ധരിച്ച്, അങ്ങനെ മാത്രം ധരിച്ച് ഋഷിമുനിമാരുടെ നാവിൽ നിന്ന് ഈ വാക്കുകൾ വന്നപ്പോൾ നമ്മളതൊക്കെ പഴഞ്ചനാണെന്ന് പറഞ്ഞ് തള്ളി മാറ്റിയതിൻ്റെ അബദ്ധങ്ങൾ ഇത്തിരി അത്രയൊന്നുമല്ല നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു മത്സ്യക്കുട്ടി അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഉത്തരം പറഞ്ഞത് ഇത് കാരണവന്മാർ പറഞ്ഞതാന്നാണ്. അപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും ചോദിക്കരുത്, നമ്മൾ വെള്ളത്തിലാണ് ജീവിക്കണത്, അത്രയും അറിഞ്ഞാൽ മതി, വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗുരുവാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, കുട്ടിക്ക് മനസ്സിലായില്ല കേട്ടോ അമ്മ പറഞ്ഞപ്പോൾ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മുക്കുവൻ വല വിരിച്ചു. ആ മുക്കുവൻ്റെ വലയിൽ ഈ മത്സ്യക്കുഞ്ഞ് അകപ്പെട്ടു. അത് കരയിലേക്കെടുത്തു. ശ്വാസം മുട്ടണു, പ്രാണന് വേണ്ടി മത്സ്യക്കുഞ്ഞ് പിടഞ്ഞു. പക്ഷേ വലയിൽ ഏതോ ദ്വാരത്തിൽ കൂടി അകത്തേക്ക് തന്നെ ചാടി. വെള്ളത്തിൽ നിന്ന് പുറത്തു വന്നെങ്കിൽ വീണ്ടും ആ ദ്വാരത്തിലൂടെ അകത്തേക്ക് ചാടിയപ്പോഴാണ് ഭഗവാനെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഇപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയ ഒരവസ്ഥ. ഞാൻ ഓടിപ്പോട്ടെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, അമ്മേ വെള്ളം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് എന്നുള്ളതാണ്. അപ്പോൾ ശരീരത്തിൻ്റെ ആദിവ്യാധികളിൽപ്പെട്ട മാക്സിമം സഫറിങ്സിലേക്ക് പോയി. അപ്പോഴാണ് ഉള്ളിലിരിക്കുന്ന സ്വരൂപനായിട്ടുള്ള ഈശ്വരനെ സുലഭമായിട്ട് കിട്ടിയത് അല്ലേ. അപ്പോൾ ആ മാക്സിമം സഫറിങ്സ്, ശരീരത്തിൻ്റെ വ്യാധികൾ വന്നപ്പോൾ മേൽപ്പത്തൂര് നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം രചിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വാതരോഗശമനത്തിനായിട്ട് എവിടെ വന്നു? ഗുരുവായൂരിൽ ഭജനം ഇരിക്കുകയാണ്. പക്ഷേ 1ാമത്തെ ദശകം എഴുതി വാതരോഗത്തിനൊരു കുറവില്ല, 2ാമത്തെ ദശകം എഴുതിയും ഒരു കുറവുമില്ല, 3ാമത്തെ ദശകം എഴുതുമ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് വരാൻ തന്നെ സാധിക്കാത്തൊരവസ്ഥ. അനുജൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയൊക്കെയോ അമ്പലത്തിൽ വന്നു ഭട്ടതിരിപ്പാട്, കലശലായ വാതരോഗം. പക്ഷേ ഭഗവാനെ സൗഹൃദഭാവത്തിൽ കണ്ടിരുന്ന ഭട്ടതിരിക്ക് ഭഗവാനോട് ഇങ്ങനെ പറയാൻ സാധിച്ചു, ഭഗവാനെ അകീർത്തിസ്തേ മേ ഭൂദ്വരദ, നിനക്ക് തന്നെയാണ് കൃഷ്ണ ദുഷ്പേര്, നിനക്ക് തന്നെയാണ് അകീർത്തി. എനിക്ക് പ്രശ്നമില്ല, രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഞാൻ ഇവിടുന്ന് പോവും. പക്ഷെ നാളെ ആളുകളൊക്കെ ചോദിക്കും, ഭട്ടതിരിപ്പാട് ഭജന ഇരിക്കാൻ വന്നിട്ട് എന്തായി എന്ന് ചോദിക്കും. അവ പറയും ഒരു കുറവുമില്ല, വാതരോഗം കൊണ്ട് ഇവിടുന്ന് പോയി, മാറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആരാണ് നിന്നെ, ഭൂലോക വൈകുണ്ഠം എന്നൊക്കെയാണ് പറയണത് അല്ലേ, പിന്നെ ആര് നിന്നെ ഭജിക്കും എന്ന് ഭട്ടതിരി ചോദിച്ചു. നോക്കൂ, ഭഗവാനോടുള്ള ആ സ്വാതന്ത്ര്യം കൊണ്ട് രോഗങ്ങളോട് ഭട്ടതിരിപ്പാട് പറഞ്ഞു, ഹേ രോഗ നനു യൂയമേവ സുഹൃത, ഹേ രോഗങ്ങളെ നിങ്ങളാണ് എൻ്റെ സുഹൃത്തുക്കൾ. നമുക്ക് പറയാൻ സാധിക്കും, ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്കും തളർന്നു പോകുന്ന, മാനസികവും ശാരീരികവുമായിട്ട് തളർന്നു പോകുന്ന എത്രയോ പേരുമുണ്ട്. അസുഖങ്ങളിലും വൈകല്യങ്ങളിലും സമർത്ഥരായി മാറുന്ന പല ആളുകളെയും നമ്മൾ ഇന്ന് മീഡിയയിലൊക്കെ ധാരാളം നമുക്ക് കാണാം. കാലുണ്ടാവില്ല, കൈ ഉണ്ടാവില്ല, പക്ഷേ അവർ ആ സാഹചര്യങ്ങളെയൊക്കെ ശക്തമായി അതിജീവിക്കും. അതാണ് ഭഗവാൻ. അതാണ് കുന്തിദേവി ഡെവലപ്പ് ചെയ്ത ഇക്വേഷൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഒരു തത്വം എന്ന് പറയുന്നത്. അതുപോലെ ഭട്ടതിരിപ്പാട് പറഞ്ഞു, രോഗം വന്നിട്ടൊന്നും എന്നെ ഭയപ്പെടുത്താൻ
ശ്രമിക്കേണ്ട, ഇതിലൊന്നും ഞാൻ കുലുങ്ങില്ല എന്ന് രോഗത്തെ പോലും വെല്ലുവിളിച്ച, രോഗങ്ങളെ പോലും സുഹൃത്തുക്കളാക്കി മാറ്റിയ ആ കരുത്ത് ഭക്തിയുടെ കരുത്താണ്. അപ്പം ഭക്തയായ ഒരു പ്രാകൃത സ്ത്രീയുടെ ഒരു സ്തുതി, അതിമനോഹരമായ ഒരു സ്തുതിയിലൂടെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നു എന്താണ് യഥാർത്ഥ ഭക്തി, എന്താണ് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് ഇവിടെ കുന്തി. ആ ഒരു ധൈര്യം നമുക്കുണ്ടാക്കിയെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് കാലം പറയുന്നു. അപ്പോൾ കുന്തി കഴിഞ്ഞ് അടുത്തത് ഇവിടെ പറയാൻ തോന്നുന്നത്, ഭാഗവതത്തിൽ തന്നെ നമുക്കറിയാം കപിലാവതാരം അല്ലേ, കപില മഹർഷിയുടെ, കപില വാസുദേവൻ്റെ മാതാവായിട്ടുള്ള ദേവഹൂതിയെക്കുറിച്ചാണ്. ദേവഹൂതി എന്ന് പറയുമ്പോൾ സ്വയംഭുവ മനുവും ശതരൂപാദേവിക്കും ഉണ്ടായ 3 പെൺമക്കൾ, ദേവഹൂതി, ആകൂതി, പ്രസൂതി എന്ന് പറയുന്നതിൽ ഒരു പെൺകുട്ടിയാണ് ആര്? ദേവഹൂതി. ദേവഹൂതിയെ വിവാഹം കഴിച്ചു കൊടുത്തതോ മഹാതപസ്വിയായിട്ടുള്ള കർദമ പ്രജാപതിക്കാണ്. തപസ്വിയും കാട്ടിലൊക്കെ ഇരുന്ന് എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് ആരെ വിവാഹം കഴിച്ചു കൊടുത്തത്? ദേവഹൂതിക്ക്. കേൾക്കുമ്പോൾ ഒരു വൈരുദ്ധ്യമൊക്കെ തോന്നും. കൊട്ടാരത്തിലെ സകല സുഖങ്ങളിലും കഴിഞ്ഞു വളർന്ന ഒരു സ്ത്രീ, മഹാതപസ്വിയും ജ്ഞാനിയും പണ്ഡിതനും ആധ്യാത്മിക കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധേയമുള്ള ഒരാളുടെ കയ്യിലാണ് ദേവഹൂതിയെ ആര് പിടിച്ചേൽപ്പിക്കുന്നത്? നോക്കൂ, അതാണ് സംസ്കാരം. നമ്മുടെ സംസ്കാരം നമ്മൾ അങ്ങനെയാണ് സെലക്ട് ചെയ്യുക. അപ്പം ഇന്ന് വിവാഹം സെലക്ട് ചെയ്യണത് എത്ര സാലറി ഉണ്ട് പയ്യന് എന്ന് നോക്കിയിട്ടാണ്. വലിയ വീടാണോ, അല്ലെങ്കിൽ എത്രയാണ് വാഹനങ്ങൾ, എത്രയാണുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അളക്കുന്നതെങ്കിൽ പണ്ടൊക്കെ വിമാനം എന്ന് പറയും. വിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനം എന്ന് പറഞ്ഞാൽ അളവാണ്, വിമാനം എന്ന് പറഞ്ഞാൽ ഈ അളവില്ലാത്ത അപരിമേയമായിട്ടുള്ളൊരവസ്ഥയാണ്. അവിടെ ആധ്യാത്മികതയ്ക്കാണ് പ്രാധാന്യം. കർദമ പ്രജാപതിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. കർദമൻ ഏതു സമയവും തപസ്സും തൻ്റെ ആധ്യാത്മിക ചര്യകളുമായിട്ട് മുഴുകിയിരുന്നു. പക്ഷേ ദേവഹൂതിയുടെ പാതിവ്രത്യ ധർമ്മത്തിൽ പ്രീതനായ കർദമ പ്രജാപതി എന്ന് പറഞ്ഞിട്ട് ആ കപിലാവതാരത്തിൻ്റെ ആദ്യ വാക്ക്, ഇവരുടെ വിവാഹം കഴിഞ്ഞ ശേഷമുള്ള ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 7 പൊരുത്തങ്ങളെ ഇവിടെ പറയുന്നുണ്ട്. സ്ത്രീക്കും പുരുഷനും ആവശ്യമായ 7 പൊരുത്തങ്ങളെ ദേവഹൂതിയെ മുൻനിർത്തി ഭാഗവതം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ജാതകത്തിൽ 10ൽ 10 പൊരുത്തമുണ്ടായിട്ട് വിവാഹം കഴിച്ചിട്ടും ഒരാഴ്ച കൊണ്ട് വീട്ടിൽ തിരിച്ചെത്തുന്ന മകളെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് വിട്ടുകൊടുക്കേണ്ട ഒരു കാര്യമില്ല, നീയൊന്നും അങ്ങനെ അവിടെ പോയിട്ട് ഒരാളുടെ മുമ്പിലും താഴ്ന്നു കൊടുക്കരുത് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മകളെ ഇവിടെ തന്നെ പിടിച്ചിരുത്തുന്നു. അപ്പോൾ നോക്കൂ, ഇന്ന് ബന്ധങ്ങളൊക്കെ വേഗം വേഗം ശിഥിലമാകുന്നൊരവസ്ഥയാണ്. എത്ര ഡൈവേഴ്സ് കേസുകളാണ് ഓരോ ജില്ലയിലും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണെങ്കിലും ആ ദാമ്പത്യ ബന്ധത്തെ, ആ ആശ്രമത്തെ കൃത്യമായിട്ട് നിലനിർത്താൻ സാധിക്കുന്നില്ല. അതും ഒരു ആശ്രമമാണ്. നമ്മൾ ആശ്രമം എന്ന് പറഞ്ഞ ഉടനെ സന്യാസി താമസിക്കുന്ന ഒരു സ്ഥലം എന്നാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നതെങ്കിൽ നമ്മൾ ചതുരാശ്രമങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ബ്രഹ്മചര്യം പഠിക്കുന്ന കാലഘട്ടം നമ്മുടെ ബ്രഹ്മചര്യാശ്രമമാണ്. ഇനി ബ്രഹ്മചര്യാശ്രമത്തിൽ വേണ്ട പാണ്ഡിത്യം നേടി ഒരു വീടൊക്കെ കെട്ടണമെങ്കിൽ, ഒരു കെട്ടിടം കെട്ടണമെങ്കിൽ നമ്മളൊരു ഫൗണ്ടേഷനൊക്കെ ഇടും, അടിത്തറ. അതുപോലെ അടിത്തറയാണ് ബ്രഹ്മചര്യാശ്രമം. അതിന് മുകളിൽ കെട്ടുന്ന കെട്ടിടമാണ് ഗാർഹപത്യം, ഗൃഹസ്ഥാശ്രമം. ഗൃഹമല്ല, ഗൃഹം എന്ന് പറയുന്ന വാക്കിനെ ഭാഗവതം ഗൃഹ്യത്തെ ഇതി ഗൃഹ, പിടിക്കുന്നതാണ്. ഇന്ന് സത്സംഗം ഉണ്ടോ? വേണ്ട, ഇവിടെ ഇരിക്കേ, അവിടെ പിടിച്ചു വയ്ക്കും നമ്മളെ. ഗൃഹാന്തകൂപം, പൊട്ടക്കിണർ എന്നൊക്കെ ഭാഗവതം പറയണം. പക്ഷേ ഗൃഹം എന്താകണം? ആശ്രമം. ഗൃഹം ആ ശ്രമം, അതിലേക്കുള്ള ശ്രമം. ഏതിലേക്ക്? ഭഗവാനിലേക്കുള്ള ശ്രമമായിട്ട് ആധ്യാത്മികതയുടെ വിളനിലം കൂടി ആവണം എന്ത്? ഒരു കുടുംബം എന്ന് പറയുന്നത്. അതിൻ്റെ അടിത്തറയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സാരമില്ല. കാരണം ഇന്ന് വിവാഹത്തിൻ്റെ പേരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ തന്നെ ഒരു വിവാഹത്തിന് പോയി. അവിടെ വരൻ വധുവിനെ പൊക്കിയെടുത്ത്, സ്റ്റേജിൽ നിന്ന് പൊക്കിയെടുത്ത് താഴേക്കിടുകയാണ്. താഴേക്കിടുക എന്ന് പറഞ്ഞാൽ താഴെ വീഴ്ത്തില്ല, കേസെടുക്കും. പിന്നെ താഴെ അവൻ്റെ ആൺ സുഹൃത്തുക്കൾ തന്നെയാണ് അവളെ താങ്ങിപ്പിടിച്ചെടുക്കുന്നത്. ആദ്യ രാത്രിയിൽ കട്ടിലിനടിയിൽ പടക്കം പൊട്ടിക്കണു. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് മുത്തശ്ശിയും മുത്തശ്ശന്മാരും ചേർന്നാണ്. ഗംഭീരമായ ഒരു പ്രാവശ്യമല്ലേ കല്യാണം കഴിക്കുള്ളൂ, ഒരു പ്രാവശ്യമേ ജീവിതത്തിൽ, ഒരു പ്രാവശ്യമൊന്നും അല്ലാന്ന് നമുക്കറിയാം അല്ലേ. ഇത് ഇങ്ങനെ ഭൗതിക വിഷയങ്ങൾ മാത്രമായിട്ട് ഒരു ആചാരത്തിൻ്റെ അകമ്പടിയില്ല. തലേ ദിവസവും മദ്യവും മാംസവും വിളമ്പിയുള്ള പാർട്ടികൾ,
കല്യാണം മാത്രമല്ല, വിവാഹം മാത്രമല്ല, ഹിന്ദുവിൻ്റെ ഏതൊരു മംഗളവേളകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, മദ്യവും മാംസത്തിൻ്റെ അകമ്പടിയില്ലാത്ത ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ ആരാധന നഷ്ടപ്പെടുകയാണ്, ആചാരങ്ങൾ നഷ്ടപ്പെടുകയാണ്, അതിനൊന്നും ശ്രദ്ധിക്കാൻ ആരുമില്ല. അവിടെ തിരുമേനി താലിച്ചരട് കൊണ്ട് അഗ്നിസാക്ഷിയായിട്ട് താലിച്ചരട് കൊണ്ടെടുത്ത് വരൻ്റെ കയ്യിൽ കൊടുക്കാൻ നിൽക്കുമ്പോൾ അവൻ ഡാൻസ് കളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടേ വിവാഹം കഴിക്കുന്നുള്ളൂ. മുഹൂർത്തമൊന്നും ആവശ്യമില്ല. ഇതിന് ഒരു ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും അകമ്പടിയില്ലാതെ നടക്കുന്ന കാര്യങ്ങൾ. എന്നിട്ടോ അതിൻ്റെ ആയുസ് എടുത്ത് നോക്കൂ. ഇന്നിങ്ങനെയാണ്. ഇതൊക്കെ പറഞ്ഞാൽ ദേഷ്യം വരുന്ന, ഇതൊന്നും ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ മാറിയിരിക്കുന്നത്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് മുതിർന്ന ആളുകൾ ഉൾപ്പെടെയുള്ള മുത്തശ്ശന്മാരൊക്കെ. നമ്മൾ പറയാറുണ്ട് മുക്തി അമ്മ എന്നാ പറയുക. നമ്മുടെ മനസ്സിനെയൊക്കെ നമ്മൾ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് കൃഷ്ണൻ്റെയും രാമൻ്റെയും ഒക്കെ ആദർശമായ കഥകളൊക്കെ നമ്മളിലേക്ക് വിതറി നമ്മളെ നന്മയുടെ മുക്തിയുടെ മാർഗത്തിലേക്ക് നയിക്കുന്ന മുക്തി അമ്മയാണ് മുത്തിയമ്മ, മുത്തശ്ശി എന്നൊക്കെ ആയി പിന്നീട് മാറിയത്. അവർക്ക് പോലും ഇന്ന് ഇതൊന്നും പ്രചരിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനും, അവരും ഈ ഭൗതികതയുടെ പുറകെ സീരിയലിൻ്റെയും സിനിമയുടെയും ഇതൊക്കെ കണ്ടോളൂ, ആസ്വദിച്ചോളൂ. പക്ഷേ നമ്മുടെ ആചാരങ്ങൾ എവിടെ? നമ്മുടെ അനുഷ്ഠാനങ്ങൾ എവിടെ? ആചാരങ്ങൾ അനാചാരങ്ങളും അനുഷ്ഠാനങ്ങൾ ആഘോഷങ്ങളുമായിട്ട് മാറുന്ന ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നു. അവിടെയൊക്കെയാണ് നോക്കൂ ദേവഹൂതി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. 7 പൊരുത്തങ്ങൾ, ജാതകമൊന്നും പരിശോധിച്ചില്ലെങ്കിലും ഈ 7 പൊരുത്തങ്ങൾ ഉണ്ടോ എന്ന് ഭാഗവതത്തിൽ പറയുന്ന ഈ പൊരുത്തങ്ങൾ നമ്മൾ ഇതാണ് പ്രമാണമാക്കിയെടുക്കേണ്ടത്. മറ്റു ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിലൊക്കെ അവരുടെ വ്യവസ്ഥയിലൊക്കെ പ്രീ മാരേജ് കൗൺസിലിംഗ് ഉണ്ട്. കല്യാണത്തിന് മുൻപ് അവരെ വിളിച്ചു വരുത്തി അവരെ ജീവിതത്തിൻ്റെ ഗൗരവവും ഉത്തരവാദിത്വവും നിറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന പല രംഗങ്ങളുമുണ്ട്. നമ്മളുടെയോ നമുക്ക് അടിസ്ഥാനമായി പ്രമാണമായി പ്രീ മാരേജ് കൗൺസിലായി സ്വീകരിക്കാവുന്ന 2 വരികൾ, ഒരു ശ്ലോകം. എന്തൊക്കെ? 7 പൊരുത്തങ്ങൾ വേണം, 7 എണ്ണത്തിനെ ത്യജിക്കണം. വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ ദമേന ച ശുശ്രൂഷയാ സൗഹൃദേന വാചാ മധുരയാ ച ഭോം. ദേവഹൂതി ചെയ്ത കാര്യങ്ങളാണ്. ദേവഹൂതി കർദമൻ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒരു ശ്രദ്ധയില്ലാതെ ഇരുന്ന ആളായിട്ട് പോലും ദേവഹൂതി പരിഭവം പറഞ്ഞില്ല. നമ്മൾ നിസ്സാര കാര്യത്തിന് പരിഭവവും പരാതികളുമായിട്ട് വഴക്കുണ്ടാക്കുകയും കുടുംബത്തെ തകർക്കുകയും ചെയ്യുന്ന ആളുകളായി മാറുമ്പോൾ ദേവഹൂതി പറഞ്ഞു തരുന്നു വിശ്രംഭേണ, വിശ്വാസം. ആദ്യത്തെ പൊരുത്തം വിശ്വാസമാണ്. പരസ്പര വിശ്വാസം. വിശ്വാസം നഷ്ടപ്പെട്ടാൽ ബാക്കി ജാതകത്തിൽ 10 പൊരുത്തം ഉണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ്. പരസ്പര വിശ്വാസം. എനിക്ക് എൻ്റെ ഭർത്താവിന് വിശ്വാസമാണ്, എനിക്ക് എൻ്റെ ഭാര്യയെ വിശ്വാസമാണ്. ആ പാരസ്പര്യത്തിൻ്റെ, ആ ഒരു ഐക്യമത്യത്തിൻ്റെ, ഒരു കൂട്ടുകെട്ടിൻ്റെ, അത് അടിമത്തല്ല. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അടിമയായിരിക്കണം, അതുകൊണ്ട് സ്ത്രീകളൊക്കെ സമരം ചെയ്യാൻ ഇറങ്ങുന്നു തുല്യതയ്ക്ക് വേണ്ടി. ഇതല്ല, ഇതെവിടെയും നമ്മുടെ ശാസ്ത്രത്തിലില്ല. ഒരു പടി കൂടി കടന്ന സ്ത്രീകളെ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമാണ് നമുക്കുള്ളത്, അല്ലേ? തുല്യതയില്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ വേദശാസ്ത്രങ്ങളിൽ പരിശോധിക്കാതെ ആളുകൾ തുല്യതയ്ക്ക് വേണ്ടി പ്രസംഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെതിരെ ശാസ്ത്രങ്ങൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. വേദത്തിൽ ഭഗവാനെ വിരാട് പുരുഷനായി സങ്കല്പിച്ച് പുരുഷ സൂക്തം, ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദു പറഞ്ഞ് പുരുഷ സൂക്തം വന്നപ്പോഴത്തേക്കും അതിന് തത്തുല്യമായിട്ട് ശ്രീ സൂക്തം, ഹിരണ്യവർണാം ഹരിണീം തുടങ്ങി സാക്ഷാൽ ഭഗവതിയെ സ്തുതിക്കുന്ന ശ്രീ സൂക്തം. ഒരിടത്ത് വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു എന്നെഴുതി വിഷ്ണു സഹസ്രനാമം ചമച്ചപ്പോൾ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി എന്നെഴുതി ലളിതാ സഹസ്രനാമം ഉണ്ടായി. അപ്പോൾ പരബ്രഹ്മസങ്കല്പം, പരാശക്തി സങ്കല്പം, ബ്രഹ്മാവിഷ്ണു മഹേശ്വര സങ്കല്പം, പാർവതി ലക്ഷ്മി സരസ്വതി സങ്കല്പം, ഇതിനൊക്കെ ആധാരമായ കേന്ദ്രബിന്ദു പരാശക്തിയാണെന്നും മാതൃത്വം എന്നും പറയുന്നു. ഇങ്ങനെ ഉദ്ഘോഷിച്ച ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അവിടെ വിശ്വസിക്കാൻ ശ്രമിക്കുക. ഒരു ജീവിതത്തിൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ആദ്യ പാഠമാണ് വിശ്വാസം എന്ന് പറഞ്ഞു തരുന്നു. ആത്മശൗചേന, ശൗചം എന്ന് പറഞ്ഞാൽ ശുദ്ധി. നമ്മളിപ്പോൾ ഒരു അമ്പലത്തേക്ക് വരികയാണെങ്കിൽ കുളിച്ച് വൃത്തിയായി ശുദ്ധിയായിട്ട് വരും. പക്ഷേ കേവലം ബാഹ്യമായ ശുദ്ധി മാത്രം നോക്കിയാൽ പോരാ, ആന്തരിക ശൗചവും കൂടി പാലിക്കണമെന്ന് പഠിപ്പിക്കുന്നു. എങ്ങനെ ആന്തരികമായി ശുദ്ധീകരിക്കുക?
ഇന്ന് ആന്തരിക ശുദ്ധി ഉണ്ടോയെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ഈ കാണുന്ന ഈ ഉപയോഗിച്ച കോസ്മെറ്റിക്സും നമ്മുടെ ബാഹ്യരൂപവും മാത്രമേ ഉള്ളൂ, ആന്തരിക ശുദ്ധി ഇല്ല എന്ന് പറയാം. കാരണം ഇന്ന് കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ ഒന്ന്, പിന്നെ നമ്മൾ അനുഷ്ഠിക്കാത്ത വ്രതങ്ങൾ. പണ്ടൊക്കെ ഏകാദശി എടുക്കും, അല്ലെങ്കിൽ പ്രദോഷം എടുക്കും, സോമവാര വ്രതം എടുക്കും. ഇതിനൊക്കെ ഓരോ കാര്യങ്ങളും അമ്മമ്മമാർ പറഞ്ഞു കൊടുക്കും. നല്ല ഭർത്താവിനെ ലഭിക്കാൻ വേണ്ടി സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട വ്രതമാണ്, തിങ്കളാഴ്ച എന്താ പ്രയോജനം, അല്ലെങ്കിൽ ചൊവ്വാഴ്ച എടുത്താൽ എന്താണ് അതിൻ്റെ ലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു. ഇന്ന് ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളുടെ പുറകെ മാത്രമാണ്. ഭോഗേ രോഗഭയാത് എന്ന് ഭർതൃഹരി സുഭാഷിതത്തിൽ പറഞ്ഞതുപോലെ ഭോഗം കൊണ്ട് രോഗമുണ്ടാവും. ഏറ്റവും വലിയ ഔഷധം ഭക്ഷണമാണ്. ഈ ശരീരത്തെ നിലനിർത്തുന്ന വലിയ ഔഷധം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. പക്ഷെ ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് എന്തുണ്ടാവുന്നു? അസുഖങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്നത് കേട്ടു, നമുക്കെല്ലാം ഉണ്ട്, നമുക്ക് ധനമുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്കുണ്ട്, പക്ഷേ ഇന്ന് കേരളം എന്ന് പറഞ്ഞാൽ ഷുഗർ ഫാക്ടറിയാണ് അല്ലേ? നമുക്ക് ഒരു ദോശ കഴിക്കാൻ പറ്റില്ല, മധുരമായിട്ട് വല്ലതും കഴിക്കാൻ പറ്റില്ല, എല്ലാം വിഷമാണ്. ഞങ്ങളുടെ അടുത്ത് ഒരു സയൻസ് ടീച്ചർ താമസിക്കുന്നുണ്ടേ. അപ്പോൾ അവർ വളരെ ദൂരെയാണ് വർക്ക് ചെയ്യണത്. അവരുടെ ഭർത്താവിനും ദൂരെയാണ് ജോലി. മക്കളെയൊക്കെ ഒരുക്കിപ്പിച്ച് രാവിലെ അതികാലത്ത് നേരത്തെ പോകണം അവർക്ക് ജോലിക്ക്. സയൻസ് ടീച്ചറാണ്. പക്ഷേ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ രാവിലെ നേരത്തെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ഞായറാഴ്ച തലേന്ന് അവർ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിറയെ ഭക്ഷണം ഉണ്ടാക്കും, കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? അതിനെടുക്കും, എന്നിട്ട് ചൂടാക്കും. നമ്മൾ ചൂടാക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിക്കുക. പക്ഷേ അത് സയൻസ് ടീച്ചറാണ്, അവർക്ക് നിവൃത്തിയില്ല. ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയാം അങ്ങനെയാണ് ചെയ്യണത്. ആയുർവേദം എന്ന് പറയുന്ന വലിയ ശാസ്ത്രം നമ്മളോട് പറയുന്നു, പുനസ്തപ്തം വിഷോപമം. പുന എന്ന് പറഞ്ഞാൽ വീണ്ടും, തപ്തം എന്ന് പറഞ്ഞാൽ ചൂടാക്കുക. വീണ്ടും ചൂടാക്കിയാൽ വിഷത്തിന് തുല്യം. ഇത് ഞായറാഴ്ച ഉണ്ടാക്കി വെക്കുന്ന ഫുഡാണ്, നിവൃത്തിയില്ല, തിങ്കളാഴ്ച ഫ്രിഡ്ജിൽ നിന്ന് എടുക്കും, അതിനെ പുറത്ത് വെച്ച് തണുപ്പ് മാറിയതിന് ശേഷം കഴിച്ചാലും വിരോധമില്ല, വലിയ പ്രശ്നമില്ല. പക്ഷെ അതിനെ വീണ്ടും ചൂടാക്കിയാൽ അത് വിഷത്തിന് തുല്യം. നമ്മളൊക്കെ പഠിച്ച കാര്യങ്ങളാണ് ആയുർവേദം, നമ്മളുടെ ആചാര്യന്മാർ മുമ്പേ പറഞ്ഞു. പക്ഷേ ഇന്ന് നമ്മുടെ ടീച്ചർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വൈദ്യശാസ്ത്രം, മോഡേൺ വൈദ്യശാസ്ത്രം പറഞ്ഞപ്പോൾ, കൊറോണയൊക്കെ വന്നപ്പോൾ ഇട്ട മാസ്ക് തന്നെ തിരുമ്പി അതിനെ അയേൺ ചെയ്തിട്ട് ഉപയോഗിക്കണു, ചൂടാക്കി ഉപയോഗിക്കണു. എന്തേ? അണുക്കൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ തിയറി അറിയുന്ന നമ്മൾ ഇതൊന്നും അനുസരിച്ചില്ല. സയൻസ് പറഞ്ഞു. അപ്പോഴാണ് പണ്ട് കലിയുഗമൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത്, നമ്മളിപ്പോൾ കലിയുഗത്തിലാണ് ജീവിക്കണേ, കലിയുഗം വരാൻ നേരത്ത് കുറച്ച് ബാക്ടീരിയകളും കുറച്ച് ഫംഗസുകളും, ഇപ്പോൾ കൊറോണയെക്കുറിച്ച് നമുക്കറിയാലോ, അത് പറയാം. കൊറോണയെ നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ആകൃതി വൈദ്യശാസ്ത്രം പറഞ്ഞ് നമുക്ക് ഏതാണ്ട് ഒരു റംബൂട്ടാൻ പഴം പോലെ ഉണ്ടാവും അല്ലേ? ആ കൊറോണ ഇവരൊക്കെ ചേർന്ന് ഭഗവാന്റെ അടുത്ത് ചെന്നു അത്രേ. എന്തിനാ ഇവരൊക്കെ ഭഗവാന്റെ അടുത്ത് പോയത്? ഭഗവാനെ കലിയുഗം വരാൻ പോവുകയാണ്, ഞങ്ങളുടെ വംശത്തിനെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇപ്പം കലിയുഗത്തിൽ നിങ്ങൾക്ക് എന്താ വംശനാശം എന്ന് ചോദിച്ചു ഭഗവാൻ. അല്ല, കലിയുഗത്തിലെ മനുഷ്യരൊക്കെ വലിയ ഗവേഷകരാണ്. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഞങ്ങളെപ്പോലും ഇലക്ട്രോണിക് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച് ഞങ്ങളുടെ സ്ട്രക്ചറ് മനസ്സിലാക്കി ഞങ്ങളെ കൊല്ലാനുള്ള മരുന്ന്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ എല്ലാവരും ചത്തുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചോ? ഇല്ല, മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആരും ഇരുന്നില്ല. മരുന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി, മരുന്ന് കണ്ടുപിടിച്ച് കൊറോണയെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ഈ കൊറോണയും ബാക്ടീരിയയും ഫംഗസൊക്കെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാനെ വംശത്തിന് അഭിവൃദ്ധി വേണമെന്നുള്ള അത്യാഗ്രഹമൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ വംശം എങ്ങനെയെങ്കിലും ഒന്ന് വംശനാശം വരാതെ ഭഗവാൻ ഒന്ന് രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ചിരിക്കുകയായിരുന്നു അത്രേ. ഭഗവാൻ ചിരിച്ചു. എന്തിനാ ഭഗവാൻ ചിരിക്കണേ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് കലിയുഗത്തിൽ വംശനാശം വരില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വച്ചടി അഭിവൃദ്ധിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കൊറോണ ബാക്ടീരിയയും ഫംഗസും പറഞ്ഞു, ഇതൊന്നും ശരിയല്ല ഭഗവാനെ, കലിയുഗത്തിലെ മനുഷ്യരെ കുറിച്ച് അങ്ങേക്ക് അറിയാവുന്നതല്ലേ എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറയണതൊക്കെ ശരിയാണ്, കലിയുഗത്തിലെ മനുഷ്യന്മാരെ ഗവേഷകരും അഭ്യസ്തവിദ്യരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആയിരിക്കാം, പക്ഷെ അവർ അടിസ്ഥാനപരമായി വിഡ്ഢികളുമായിരിക്കും. അവരവരുടെ വീട്ടിൽ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങിച്ചു വെക്കും, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഭക്ഷണം 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും വിഷമാവും, അതിനെ എടുത്ത് അവർ വീണ്ടും ഫ്രിഡ്ജ് വെക്കും. അപ്പം നിങ്ങളൊക്കെ നിർജീവമായിട്ട് അവിടെ ഇരിക്കും. പിന്നെ അവരതിനെടുത്ത് ചൂടാക്കുമ്പോൾ നിങ്ങൾ മുൻപത്തേക്കാൾ പൂർവാധികം ശക്തിയായി നിങ്ങൾ തിരിച്ചു വരും, അസുഖങ്ങളും രോഗങ്ങളും വർദ്ധിക്കും. നോക്കൂ,
ഓരോ അമ്മമാരുടെ 92 വയസ്സ് ആഘോഷിക്കുന്നു, പിറന്നാൾ ആഘോഷിക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കണം, ഇനി വരുന്ന ജനറേഷൻ ആരോഗ്യം കൊണ്ട് ഇത്രയും ആയുസ്സിലേക്കൊക്കെ എത്തുമോ? നമുക്ക് എത്ര ആരോഗ്യമുണ്ട്. അപ്പോൾ ബാഹ്യമായ ശൗചങ്ങളൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടാവാം, പക്ഷെ ആന്തരിക ശുദ്ധി, പണ്ടൊക്കെ അമ്മമാർ കുട്ടികൾക്ക് കടുക്ക അരച്ചു കൊടുക്കും വയറ് ശുദ്ധീകരിക്കാൻ. ഇന്ന് അത് കുട്ടികൾ കഴിക്കില്ല എന്ന് മാത്രമല്ല, ഇന്ന് വല്ല ടാബ്ലറ്റ്സും വാങ്ങിച്ചിട്ടാണ് വയറ് ക്ലീൻ ചെയ്യുന്നത്. 2-3 ദിവസമൊക്കെ കഴുകാത്ത ബാത്റൂമിലേക്ക് പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതിലാണ് അടുത്ത പ്രജ വളരാൻ പോണത്. ആ ഗർഭത്തിലാണ് അടുത്ത കുട്ടി ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുദ്ധിയില്ലാതെ ഇനി വ്രതങ്ങൾ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കറിയാം, ഇവിടെ തുടക്കത്തിൽ ആചാര്യൻ പരിചയപ്പെടുത്തി എൻ്റെ ഭർത്താവിനെ. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കോൾസ് വരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏകാദശി വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ തിരുമേനി എങ്ങനെയാണ് വ്രതം എടുക്കുക, എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് ആദ്യം ചോദിക്കാം. ഭക്ഷണം ത്യജിക്കേണ്ട കാര്യമാണ്, പക്ഷേ എന്താണ് ഭക്ഷണത്തിൻ്റെ ക്രമീകരണം? അപ്പോൾ വ്രതം പോലും തിന്നുന്ന ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ ഉപേക്ഷിക്കേണ്ട ദിവസം നമ്മൾ കഴിക്കുന്ന ദിവസം. പിന്നെ അരിയല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ വാരി വലിച്ച് ഒരു ലൈസൻസും ഇല്ലാതെ കഴിക്കുന്ന ദിവസമാണ് വ്രതങ്ങളൊക്കെ തന്നെ. എന്നിട്ട് എൻ്റെ പേര് ഏകാദശി. എന്ത് ആത്മശൗചമാണ് നമുക്കുണ്ടാവുക? ഷോഡശ സംസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഗൃഹസ്ഥാശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്രതമുണ്ട്, ഗർഭാധാന സംസ്കാരം. 41 ദിവസത്തെ വ്രതത്തിന് ആത്മശുദ്ധിക്കും ശരീരശുദ്ധിക്കും ശേഷം മാത്രമാണ് ദാമ്പത്യബന്ധത്തിൽ വളരെ ക്രമീകൃതമായിട്ടുള്ള ബോധപൂർവം, നമ്മളറിയാണ്ട് എങ്ങനെയാ കുട്ടികളുണ്ടായി അല്ല, കുട്ടികളെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന വ്രതമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. ശ്രീ ചിദാനന്ദപുരി സ്വാമിജികൾ പറയാറുണ്ട്, കാമോൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ കാമചേഷ്ടകളുടെ ഉപോൽപ്പന്നങ്ങളല്ല സന്താനങ്ങൾ, കുട്ടികൾ എന്ന് പറയുന്നത്. കൃത്യമായ വ്രതത്തിലും സംസ്കാരത്തിലും രൂപപ്പെടേണ്ട ഒരു ആധ്യാത്മിക പൈതൃകം അവർക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരീരം മാത്രമല്ല, സംസ്കാരം ഉള്ളിലുണ്ട്, വാസനകൾ ഉള്ളിലുണ്ട്. ശരീരം മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും ജീവിതത്തിൽ വ്രതത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. നമ്മുടെ കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ വാക്കുകൾ, 2 കൈകൾ, കാലുകൾ, പായു, ഉപസ്ഥം, 2 വിസർജനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും പ്ലസ് മനസ്സും ചേർന്ന് 11 ഇന്ദ്രിയങ്ങളുടെ രഥമായ ഈ ശരീരത്തിൽ ശൗചം വേണോ വേണ്ടയോ? ശുദ്ധി വേണോ വേണ്ടയോ? കണ്ണുകൊണ്ട് ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നത് അതൊരു വ്രതമാണ്. ഭഗവാനെ മാത്രം കാണുന്ന ദിവസം ഒരു വ്രതം. കാതുകൊണ്ട് ഭഗവാനെ കേൾക്കുന്നത് വ്രതം. നാവുകൊണ്ട് ഭഗവാനെ കീർത്തിക്കുന്നത് വ്രതം. ഭഗവത് സന്നിധിയിലേക്ക് ഈ കാലുകൾ കൊണ്ട് നടക്കുന്നത് വ്രതം. നിങ്ങൾ ഹരിനാമ കീർത്തനത്തിൽ കേട്ടിട്ടുണ്ടോ? യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഇത് വ്രതം എന്ന് പറയും. ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ നൈരന്തര്യം ഇതിൻ്റെ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദിവസവും വ്രതമാണ്. നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളുടെ ആഹാരനിഷ്ഠയും നമ്മളുടെ വ്രതനിഷ്ഠയും ഇത് ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നീ അമ്പലത്തിൽ വരാൻ സമയം കിട്ടിയില്ല, ആശ്രമത്തിൽ പോകാൻ സമയം കിട്ടിയില്ല, ഭഗവാനെ കണ്ണുകൊണ്ട് കാണുന്നതാണ് വ്രതം എന്ന് പറഞ്ഞു. കാണുന്നതൊക്കെ മറ്റു കാഴ്ചകളാണെങ്കിൽ ഈ മറ്റു കാഴ്ചകൾ എന്ന് പറയുന്നത് അതിൽ ഭഗവാനില്ലേ? അത് മറ്റൊന്നല്ല, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നടക്കുന്നതും ചെയ്യുന്നതും നമ്മുടെ സകല കർമ്മ മേഖലകളും ഭഗവാനുള്ളതായിട്ടുള്ള സമർപ്പണമാണ് എന്നുള്ള ഭാവത്തിൽ ജീവിച്ചാൽ അത് വ്രതം തന്നെയാണ്. ആ ഒരു രൂപത്തിലേക്ക് ഈ ഏകാദശ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിനെ വ്രതം എടുക്കുന്ന ദിവസം തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ വാട്സപ്പ് ഉപയോഗിക്കണില്ല, ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യണില്ല എന്ന് വിചാരിക്കും. ഇനി ഇതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്കൊരു നിവർത്തിയില്ല. അപ്പോൾ അവർ കാണുന്നതൊക്കെ ഈശ്വരൻ എന്നുള്ള ഭാവത്തിൽ എടുക്കുകയാണെങ്കിൽ പിന്നെ തിന്മ അതിൽ ഉണ്ടാവുകയേയില്ല എന്നുള്ളതാണ്. അത് ഒരു ശൗചം. അപ്പോൾ വിശ്രംഭേണ ആത്മശൗചേന ഗൗരവേണ, ഗൗരവം എന്ന് പറഞ്ഞാൽ ബഹുമാനം, അദ്ദേഹത്തിനോടുള്ളൊരു ബഹുമാനം, അദ്ദേഹത്തിന് തിരിച്ച് ഭാര്യയോടും ഒരു ബഹുമാനം. ആ പാരസ്പര്യം, ഇന്ന് ബഹുമാനമില്ല. ഭാര്യ എനിക്ക് വേണ്ടി അടുക്കളയിൽ പണിയെടുക്കണ ആളാണ് എന്നുള്ള ആ ഒരു രീതിയിലാണ് പുരുഷന്മാർ സ്ത്രീകളെ കാണുന്നതെങ്കിൽ അത് അവിടെ ബഹുമാനക്കുറവാണ്. ഇനി സ്ത്രീകൾ, ചില സ്ത്രീകളൊക്കെ വിചാരിക്കും അയ്യോ നമ്മുടെ പാർട്ട്ണറാണ്,
അല്ലേ? അങ്ങനെ വിചാരിക്കും. അങ്ങനെ വിചാരിക്കുന്ന തുല്യത എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കാം. പക്ഷേ ബഹുമാനക്കുറവ് അവിടെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്കും ചിലത് ചെയ്തു തരട്ടെ എന്നുള്ള ആ ഒരു അഹങ്കാരത്തിൽ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടുപേരും പാരസ്പര്യം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള രീതിയിൽ പരസ്പരം ബഹുമാനിച്ചു കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ദമേനജാം, അവിടെ എന്ത് പാടില്ല? ഇന്ദ്രിയങ്ങളുടെ മാത്രമുള്ള ഒരു വിഷയങ്ങളും താല്പര്യങ്ങളും മാത്രമായിട്ട് ഒതുങ്ങാൻ പാടില്ല ഗൃഹം. അത് ആശ്രമമാകണമെങ്കിൽ ഇന്ദ്രിയ നിഗ്രഹം, നമ്മൾ ഈ പറഞ്ഞ കണ്ണ്, കാത് മുതലായ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് അവിടെ വ്രതമെടുക്കാനും നാമജപ സംസ്കാരത്തിനും ഒക്കെ ഉള്ളൊരു അന്തരീക്ഷം ഒരു വീട്ടിൽ സൃഷ്ടിച്ചെടുത്താൽ അതും ഒരു ക്ഷേത്രമായിട്ട് മാറും. ഇനിയോ ശുശ്രൂഷയാ, നന്നായിട്ട് ശുശ്രൂഷിക്കാം. ഭാര്യ ഭർത്താവിനെയും ശുശ്രൂഷിക്കുക, ഭർത്താവ് ഭാര്യയുടെ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ, അവർക്ക് വയ്യാന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ അവരെയും സഹായിക്കുക. ഭാരതത്തിൽ ഒരു മുനികുമാരൻ്റെ കഥ പറയും. അദ്ദേഹം തപസ്വിയാണ്, മഹാതപസ്വിയായ മുനികുമാരൻ ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തപസ്സനുഷ്ഠിച്ചിരിക്കുമ്പോൾ ഒരു കാക്ക അദ്ദേഹത്തിൻ്റെ ചുമലിൽ കാഷ്ടിച്ചു അത്രേ. കാക്ക കാഷ്ടം ഉണർത്തിയ മണം അദ്ദേഹത്തിനെ ദേഷ്യക്കാരനാക്കി മാറ്റി. അദ്ദേഹം ആ കാക്കയെ ഒന്ന് നോക്കി, തപസ്സിൻ്റെ ശക്തി കൊണ്ട് കാക്ക കരിഞ്ഞ് ഭസ്മായി പോയി. അദ്ദേഹം അവിടെ നിന്നില്ല, അദ്ദേഹം എഴുന്നേറ്റു, തൻ്റെ ഭിക്ഷാടനത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അവിടെ അതിനൊക്കെ നിയമമുണ്ട് ഭിക്ഷാടനത്തിന്. ചുരുങ്ങിയത് 3 വീടുകളിലേ പോവാൻ പാടുകയുള്ളൂ. ഒരു വീട്ടിൽ നിന്നും ഭിക്ഷ ലഭിച്ചാൽ പിന്നെ അടുത്ത വീടുകളിലേക്ക് പോവരുത്. 3 വീടുകളിൽ നിന്നും ഭിക്ഷ ലഭിച്ചില്ലെങ്കിൽ അന്ന് പട്ടിണി. അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഇദ്ദേഹം പോയി ഒരു കുടിൽ കണ്ടു. അവിടെ ചെന്ന് ഭവതി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞു. അന്നപൂർണേശ്വരിയായ ഗൃഹനാഥയെയാണ് വിളിക്കുന്നത് ഭിക്ഷ തരാൻ വേണ്ടി. ദാ വരണൂന്നൊരു ശബ്ദം അകത്ത് നിന്ന് കേട്ടു. അപ്പം അദ്ദേഹം അവിടെ പുറത്ത് ക്ഷമയോടുകൂടി നിന്നു. പക്ഷെ വളരെ നേരം ചെന്നിട്ടും ശബ്ദം മാത്രമല്ലാതെ ആളെ കണ്ടില്ല. പുറത്തോട്ട് ആരും വന്നില്ല. ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു തുടങ്ങി. കാക്കയെ ശപിച്ചതുപോലെ, അല്ലെങ്കിൽ ശപിക്കാൻ വേണ്ടി തൻ്റെ കമണ്ടലു നിവർത്തിയപ്പോഴത്തേക്കും ഉള്ളിൽ നിന്ന് മറ്റൊരു ശബ്ദം കൂടി വന്നു. അല്ലയോ മുനികുമാര, അങ്ങ് ദേഷ്യം വന്ന് അങ്ങ് ക്രോധം പൂണ്ട് ശപിക്കാൻ ഒരുങ്ങിയാൽ ഭസ്മമാകാൻ ഞാനൊരു കാക്കയല്ല എന്നാണ് അകത്തു നിന്ന് വിളിച്ചു പറഞ്ഞത്. മുനികുമാരന് കുറച്ച് മുമ്പ് സംഭവിച്ച കാര്യം, അകത്തിരുന്ന് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്ന ഒരു സ്ത്രീ എങ്ങനെ അറിഞ്ഞു? അദ്ദേഹം അത്ഭുതം പെട്ടു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ സ്ത്രീ കടന്നു വന്നപ്പോൾ അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു, ഞാൻ ചെയ്ത കാര്യം അവിടുന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? എന്ത് തപസ്സാണ് അവിടുന്ന് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ എവിടെയും പോകുന്നില്ല, ഞാൻ എൻ്റെ രോഗിയായ ഭർത്താവിനെ ശുശ്രൂഷിക്കുകയായിരുന്നു. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വ്രതം എന്ന് ആ സ്ത്രീ പറഞ്ഞു. അതാണ് എൻ്റെ ഏറ്റവും വലിയ തപസ്, പതിവ്രതാധർമ്മം, പതിയെ വ്രതമായി ആചരിക്കുവാനുള്ള. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യമാണെന്നേ പറയും. ഇപ്പം നമ്മൾ അമ്പലത്തിലും ആശ്രമത്തിലും എല്ലായിടത്തും പോകുന്നുണ്ട്, നല്ലതു തന്നെ. പക്ഷെ ഇതൊന്നും പോവാൻ പറ്റാത്തവർ വിഷമിക്കണ്ട. ഭർത്താ പ്രത്യക്ഷ ദൈവതം എന്നാണ് ഭാഗവതം പറയുന്നത്. പ്രത്യക്ഷ ദൈവമായി ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഭർത്താവ് തിരിച്ചും ഭാര്യയുടെ നിസ്സഹായ അവസ്ഥകളിൽ സഹകരിക്കുമ്പോഴും ശുശ്രൂഷിക്കുമ്പോഴും ഉണ്ടാവുന്ന ആ വ്രതത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി ഒരു സിദ്ധനേക്കാൾ, മറ്റൊരു തപസ്വിയേക്കാൾ ഏറ്റവും വലുതാണ് എന്ന് ഇവിടെ ആര് കാണിച്ചു തരുന്നു? ദേവഹൂതി കാണിച്ചു തരുന്നു. ഇനി സൗഹൃദേന, സൗഹൃദം പറഞ്ഞാൽ ഇവിടെ സ്നേഹമാണ്. പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവുമാണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകീകരിച്ച സ്നേഹം പാടില്ല എന്നാണ് പറയുക. കുടുങ്ങിക്കിടക്കുന്ന സ്നേഹം, എൻ്റെ മാത്രമാണ് എന്ന് പറഞ്ഞ് ഒരാളെ പിടിച്ചു വെക്കുന്ന സ്നേഹത്തിൽ നിന്ന് വിശാലമായ സ്നേഹത്തിലേക്ക് വളരാൻ കഴിവ് വേണം. ഒരു പുരുഷന് ഒരു പക്ഷേ അതുണ്ടാവും, സ്ത്രീക്ക് അതുണ്ടാവാൻ പ്രയാസമാണ്. പക്ഷെ ദേവഹൂതിക്ക് ഉണ്ടായി. സ്ത്രീ എപ്പോഴും വളരെ പൊസസീവായിരിക്കും, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ കാര്യങ്ങളിൽ വളരെ പൊസസീവായിരിക്കും. എൻ്റേതു മാത്രമാണ്, എൻ്റെ ലോകം ഭർത്താവോ മാത്രമാണ്. പക്ഷേ അദ്ദേഹം സർവത്ര അനഭിസ്നേഹ, ഭഗവത്ഗീത പറഞ്ഞു. കേന്ദ്രീകരിക്കപ്പെട്ടല്ല, സ്നേഹം വികേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. പുല്ലിനോടും പാറ്റയോടും പുഴുവിനോടും സകല ചരാചരങ്ങളോടുമുള്ള സ്നേഹമാണ് കുടുംബത്തിലുള്ളവരോടും കാണിക്കേണ്ട സ്നേഹം എന്ന് ദേവഹൂതി മനസ്സിലാക്കിയത് കൊട്ടാരത്തിൽ നിന്നും സകല സുഖ സൗകര്യങ്ങളെയും ഉപേക്ഷിച്ച് ഒരു തപസ്വിയുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് എന്നുള്ളതാണ്.
ആ സമയത്ത് നോക്കൂ, ഒരു ബുദ്ധ ഭിക്ഷുണിയുടെ ഒരു കഥയുണ്ട്. അവരുടെ ആരാധനാമൂർത്തിയായ ശ്രീബുദ്ധൻ്റെ വിഗ്രഹം കൊണ്ട് ഒരു ആരാധനാ കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ ധാരാളം ബുദ്ധവിഗ്രഹങ്ങൾ, ഇപ്പം നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചതുപോലെ ധാരാളം ബുദ്ധവിഗ്രഹങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബുദ്ധവിഗ്രഹം, മനോഹരമായ വിഗ്രഹവും അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. കുറച്ച് ദിവസം ആരാധന സമയങ്ങളായിരുന്നു. ഒരുപാട് ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്, ആരാധിക്കുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷേ ഈ ഭിക്ഷുണി നോക്കിയപ്പോൾ അവിടെ ധൂപക്കുറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചന്ദനത്തിരി സുഗന്ധദ്രവ്യങ്ങളൊക്കെ പുകയ്ക്കാറുണ്ടല്ലോ, അതുപോലെ ധൂപക്കുറ്റിയിൽ നിന്നുള്ള പുക എല്ലാ ബുദ്ധവിഗ്രഹങ്ങളിലേക്കും പോകുന്നു. തൻ്റെ ബുദ്ധന് കിട്ടുന്നുണ്ടോ എന്ന് അവർക്കൊരു സംശയം. തൻ്റെ ബുദ്ധവിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പുക പോകുന്നില്ല. അതെ, അവർക്കൊരു പൊസസീവ്നെസ്, എൻ്റേതാണ്, കേന്ദ്രീകരിക്കപ്പെട്ട സ്നേഹം. അവരെന്ത് ചെയ്തു എന്നറിയോ? പിന്നീടുള്ള ആരാധനാ ദിവസങ്ങളിൽ ഒരു കുഴലെടുത്തിട്ട് വന്നിട്ട് ആ ധൂപക്കുറ്റിയുടെ മുകൾ ഭാഗം ഈ കുഴലിനോട് ഘടിപ്പിച്ച് അത് തൻ്റെ ബുദ്ധവിഗ്രഹത്തിൻ്റെ നേരെ മാത്രം, തൻ്റെ ബുദ്ധന് മാത്രം അധികമായിട്ട് കുറച്ച് ധൂപം ലഭിച്ചോട്ടെ എന്നുള്ള രീതിയിൽ അതിനെ ഘടിപ്പിച്ചു. അവസാനം സമ്മേളനവും ആരാധന ക്യാമ്പും ഒക്കെ കഴിഞ്ഞ് ഇവർ പോകാൻ നേരത്ത് അവനവൻ്റെ ബുദ്ധവിഗ്രഹങ്ങൾ ഓരോരുത്തരും എടുത്തു. ഈ ഭിക്ഷുണി ഈ കുഴലൊക്കെ മാറ്റിവെച്ച് തൻ്റെ ബുദ്ധൻ്റെ മനോഹരമായ ബിംബം എടുക്കുവാൻ വേണ്ടി അടുത്തു ചെന്നു. നോക്കുമ്പോഴുണ്ട് കൊണ്ടുവന്ന രൂപത്തിലേ അല്ല ഇരിക്കണത്. കരിമൂക്കനായ ബുദ്ധൻ എന്നാണ് ഈ കഥയുടെ പേര്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അതായത് മുഖമൊക്കെ വികൃതമായ, ആ മൂക്കൊക്കെ കരിഞ്ഞു പോയി. എത്ര മനോഹരമായിട്ടുള്ള ബുദ്ധവിഗ്രഹമായിരുന്നു. അപ്പോൾ ഈ വായു പോലെയുള്ള ധൂപം എല്ലായിടത്തേക്കും വികേന്ദ്രീകരിക്കപ്പെട്ടാൽ എന്തൊരു ഭവ്യമായ സുഗന്ധം അനുഭവിക്കാമായിരുന്നു. പക്ഷേ അതിനെ കേന്ദ്രീകരിച്ച് തൻ്റേതു മാത്രമാക്കിയപ്പോൾ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ അവിടെ ഒരു സൗഹൃദം, ഭാര്യയും ഭർത്താവും ഒരു സൗഹൃദത്തിൽ ഏർപ്പെട്ടാൽ മാത്രമാണ് അവിടെ എന്താവുള്ളൂ, ഗൃഹസ്ഥാശ്രമത്തിൻ്റെ അടിസ്ഥാനമാവുകയുള്ളൂ. അവസാനം വാച മധുരയാ, മധുരമായ ഭാഷണങ്ങൾ കൊണ്ട് അവിടെ ആ വീട്ടിൽ ഭവ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, കലഹത്തിൻ്റെ ഒരു ഭാവമായിട്ട് ദമ്പതീനാംച കൽഗനം എന്നാണ് ഭാഗവതം ആദ്യം കാണിക്കുന്നത്. നാരദ മഹർഷി നോക്കുന്ന വീടുകളിലൊക്കെ ഭാര്യയും ഭർത്താവും ബദ്ധശത്രുക്കളെ പോലെ അടികൂടുന്നു. ഇന്ന് ഭാര്യയും ഭർത്താവും ബദ്ധശത്രുക്കളായി മാറുന്നു. എൻ്റെ അധ്യാപകൻ ഇങ്ങനെ ബോർഡിൽ എഴുതാറുണ്ട് 36 എന്ന്. എന്നിട്ട് പറയും 3 വടക്കോട്ട് നോക്കിയിരുന്നാൽ 6 തെക്കോട്ട് നോക്കിയിരിക്കണം. ഇതുപോലെയാണത്രേ ഇന്ന് സ്ത്രീയും പുരുഷനും, വിവാഹിതരായ ഭാര്യയും ഭർത്താവും ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് സമരസതയുണ്ടാവുക? ഒരു കുട്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ വർക്ക് ചെയ്യണ സമയത്ത് എൻ്റെ വീട്ടിൽ എന്നും അച്ഛനും അമ്മയും വഴക്കാണ്, അതുകൊണ്ട് എനിക്ക് പഠിക്കുവാൻ പോലുമുള്ള ഒരു അന്തരീക്ഷം ലഭിക്കാറില്ല. അവരൊക്കെ ഡിപ്രഷനിലേക്ക് പോണു. ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരിനി അവർക്ക് ഭാവിയിൽ ജീവിതം തന്നെ വേണ്ട വയ്ക്കുന്നു ഈ ഒരവസ്ഥയിൽ. അപ്പോൾ നോക്കൂ, ദേവഹൂതി എന്ന് പറയുന്ന വിശേഷ സ്ത്രീരത്നത്തെ മുൻനിർത്തി ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന വിശ്രംഭേണ വിശ്വാസം, ആത്മശൗചം ശുദ്ധി, ഗൗരവേണ ബഹുമാനം, ദമേന ഇന്ദ്രിയ നിഗ്രഹം, ശുശ്രൂഷ, സൗഹൃദം, സ്നേഹം, വാച മധുരയ, മധുരഭാഷണം, കലഹമില്ലാത്ത അവസ്ഥ, 7 കാര്യങ്ങൾ. ഇതാണ് ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്കും വിവാഹ ജീവിതത്തിലേക്കും കടക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാതാപിതാക്കളും ഗുരുതുല്യരും ഉപദേശിക്കേണ്ടത്. ഇതിന് വേറെ എവിടെയും പോയി തപ്പണ്ട. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഡിപ്രഷനാണത്രേ, കൗൺസിലിങ്ങിനെ കൊണ്ടുപോയിരിക്കുന്നു കുട്ടിക്ക് ഉറക്കമില്ല എന്ന് മനസ്സിലാക്കിയ ആ ഡോക്ടർ ഈ കുട്ടിക്ക് മരുന്ന് കൊടുത്തു ഉറങ്ങുവാനുള്ള ടാബ്ലറ്റ് കൊടുത്തിരിക്കുകയാണ്. കുട്ടി ഉറങ്ങുകയാണ്, ഇപ്പോഴും എഴുന്നേറ്റിട്ടൊന്നുമില്ല. അപ്പോൾ നോക്കൂ, കുട്ടിയെ ഉന്മാദാവസ്ഥയിലേക്ക് തള്ളിവിടുന്നൊരു സമൂഹത്തിലേക്ക് നേരെ മറിച്ച് എത്ര വിശാലമായിട്ടുള്ള, എത്ര നിർമ്മലമായിട്ടുള്ള ശ്ലോകങ്ങളാൽ ഋഷിമുനിമാരായിട്ടുള്ള ഫിലോസഫേഴ്സ്, ഋഷിമുനിമാരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ള പ്രമാണങ്ങൾ. ഇതിനെ ദൂരെ കളയാതിരിക്കുക, ഇതിനെ നേരെ കണ്ണടയ്ക്കാതിരിക്കുക, ഇതിനെടുത്ത് ജീവിതത്തിൻ്റെ പ്രമാണങ്ങളാക്കി മാറ്റുക, അടിസ്ഥാനങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി ത്യജിക്കേണ്ട 7 കാര്യം കൂടിയുണ്ട്. 1 മണി വരെയാണ് ഇത് നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം, അല്ലേ? നമുക്കിത് വേഗത്തിൽ പൂർത്തീകരിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിസൃജ്യ കാമം ദമ്പം ച ദ്വേഷം ലോകമകം മതം അപ്രമത്യോദതോ നിത്യം തേജീയാം സ്തമദോഷയേത് എന്ന് ഭാഗവതം പറയുന്നു. കാമം എന്ന് പറഞ്ഞാൽ അധാർമികമായ ആഗ്രഹങ്ങൾ, അന്യൻ്റെ മുതലും അന്യൻ്റെ പത്നിയെയും അന്യൻ്റെ വീടും ഒക്കെ കാക്ഷിക്കുന്നൊരവസ്ഥ. ദമ്പം കാപട്യം, ദ്വേഷം,
ദ്വേഷബുദ്ധി വിനാശായ ആത്മജ്യോതിർ നമോസ്തുതേ എന്ന് പറഞ്ഞ് വിളക്ക് കൊളുത്തി ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ. അടുത്ത ആളുടെ ഉയർച്ചയിൽ വിദ്വേഷമായി, അവരോട് കുശുമ്പായി, അസൂയയായി, കുനിഷ്ഠായി. ഇനി ലോഭം, പിശുക്ക്, ഒന്നും കൊടുക്കില്ല, ആർക്കൊന്നും കൊടുക്കില്ല. അത് വീട്ടിൽ വെച്ച് നശിച്ചു പോയാലും ഒരാളുടെ എനിക്കൊന്നും വേണ്ട, ആർക്ക് ഞാനൊന്നും കൊടുക്കുകയില്ല. ഭിക്ഷുഗീത പറഞ്ഞ ഭാഗവതത്തിലെ മറ്റൊരു ഭാഗം നിങ്ങൾക്ക് മറ്റൊരു സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ. അഘം, പാപം ചെയ്യാണ്ടിരിക്കുക. മതം, ഗർവ് കാണിക്കാതിരിക്കുക. അപ്രമത്തോദ്യത, അതായത് മറവി, അലസതയില്ലാതിരിക്കുക. രാവിലെയൊക്കെ നേരത്തെ എഴുന്നേറ്റ് ആധ്യാത്മിക കാര്യങ്ങൾ അനുഷ്ഠിക്കുക. വിശ്വാമിത്ര മഹർഷി 12 വയസ്സുള്ള രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് കൊണ്ടുപോയി നിത്യവും പ്രഭാതത്തിൽ സന്ധ്യാവന്ദനം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണർത്ത് എഴുന്നേൽപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം നിങ്ങളൊക്കെ MS സുബലക്ഷ്മിയുടെ ശബ്ദമാധുര്യത്തിൽ കേട്ടിട്ടുണ്ടാവും. അമ്മമാരെന്തായാലും കേട്ടിട്ടുണ്ടാവും, നേരത്തെ എഴുന്നേക്കണമല്ലോ അല്ലേ. കൗസല്യ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർധൂല കർത്തവ്യം ദൈവമാന്യകം. ദൈവം മാന്യകം, കർത്തവ്യം. ദൈവികമായ കർമ്മമണ്ഡലത്തിലേക്ക് കടക്കുവാൻ വേണ്ടി കൗസല്യയുടെ സുപ്രജ എഴുന്നേറ്റ് വന്നാലും 12 വയസ്സുള്ള കുട്ടികളെ, കാട്ടിലാണ് ഈ കാര്യം നടക്കുന്നത്. ഇന്ന് ഒരു ദിവസം ഹോളിഡേ ആണെങ്കിൽ എൻ്റെ മക്കൾ 10-11 മണിവരെ കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രഭാതത്തിൽ ഉണർത്തുകയില്ല. അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത അമ്പലത്തിൽ സുപ്രഭാതം കേട്ടാൽ ഭഗവാനും ഭഗവതിയൊക്കെ കുളിച്ച് റെഡിയായിട്ടിരിക്കട്ടെ, നമുക്കുള്ളതല്ല ഈ സുപ്രഭാതം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഉണർത്തുപാട്ടാണ് ഈ സുപ്രഭാതം എന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം പഠിക്കുവാനുള്ള ഒരു സങ്കേതമായിട്ട് ഭാഗവതത്തെ ആശ്രയിക്കുക എന്നാണ്. ഇതിലൊന്നും പെടാതെ നേരത്തെ പറഞ്ഞ 7 ഗുണങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവിഷ്കരിച്ചുകൊണ്ട്, ഇനിയും ഇഷ്ടം പോലെ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, പേര് മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞ് നമുക്കിത് സമാപ്തമാക്കാം. അതിഥി ആണ് അടുത്തത്. നിങ്ങൾക്കറിയാം, പയോവ്രതത്തിൻ്റെ ആ ഒരു ഭാവത്തിൽ, പയോവ്രതം എന്നൊക്കെ പറഞ്ഞാൽ പാലും ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ച് തൻ്റെ ജീവിതത്തിൽ 12 ദിവസങ്ങളാണെന്ന്, 12ഓളം ദിവസങ്ങൾ മൗനവ്രതമാണ്. അതിഥിയൊക്കെ എത്ര നമസ്കരിച്ചാലും 12 മണിക്കൂർ പോയിട്ട് 12 മിനിറ്റ് പോലും നമുക്ക് വായ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ എനർജി വേസ്റ്റ് ആവണത് സംസാരിച്ചിട്ടാണ്. അതിനെ നാമങ്ങളായിട്ട് ജപങ്ങളായിട്ട് തിരിച്ചുവിടാൻ നമ്മളോട് ആചാര്യന്മാർ പറഞ്ഞാലും നമ്മളത് ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല. അപ്പോൾ ആ സമയത്ത് 12 ദിവസത്തോളം മൗനവ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി ഭഗവാന്റെ മാതാവായി വാമനമൂർത്തിക്ക് ജന്മം നൽകിയ അതിഥി മാതാവ് മാതൃവാത്സല്യത്തിൻ്റെ പ്രതീകമാണ്. ഓണം എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭഗവാൻ പോലും അതിഥിയുടെ ഗർഭത്തിൽ ജനിക്കാൻ ആഗ്രഹിച്ചതിൻ്റെ വാമനാവതാരത്തിൻ്റെ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ മാതൃവാത്സല്യത്തിൻ്റെ മഹത്തായ ഉത്സവമാണ് ഓണം എന്ന് ഓർമ്മിക്കാതിരിക്കരുത് നമ്മൾ, അല്ലേ? അമ്മയുടെ അടുത്തേക്ക് ഓണത്തിന് എവിടെയാണ് മക്കളെങ്കിലും, UK ലണ്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ ഓണം എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് ഓടി വന്ന് അമ്മയുടെ അടുക്കലിരുന്ന് ഒരു പിടി ചോറുണ്ണുന്ന ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മാതൃവാത്സല്യത്തിൻ്റെ വലിയൊരു ഉത്സവത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അത് അതിഥിയുടെ വ്രതാനുഷ്ഠാനങ്ങളെ കാണിക്കുന്നു. അടുത്തത് ജീവാത്മാ പരമാത്മാ ബന്ധത്തിൻ്റെ മൂല്യം തിരിച്ചറിയിപ്പിക്കുന്ന ദക്ഷയാഗം കഥയിലൂടെ സതീദേവി രംഗത്ത് വരുന്നുണ്ട്. അടുത്തതായി സുകന്യ എന്ന് പറയുന്ന ഒരു രാജകുമാരിയെ ച്യവന മഹർഷി വിവാഹം കഴിക്കുന്നതിലൂടെ സുകന്യയുടെ പാതിവ്രത്യധർമ്മത്തിൻ്റെ പാരമ്യത കൊണ്ട് ച്യവന മഹർഷിക്ക് യൗവനം തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് ഒരു സ്ത്രീ കഥാപാത്രം വരുന്നു. പൂതന എന്ന് പറയുന്നത് ഭഗവാന് വിഷം കൊടുത്തു കൊല്ലാൻ നോക്കിയെങ്കിലും ഭഗവാന്റെ മാതൃസ്ഥാനത്തിലേക്ക് ഉയർന്നൊരു സ്ത്രീ കഥാപാത്രമാക്കി പൂതനയെ മാറ്റുന്ന ശ്രീകൃഷ്ണൻ. അങ്ങനെയാണ് ഭാഗവതം ആശ്രയിക്കുന്നവരെയൊക്കെ ഉയർത്തുന്ന ഒരു ശാസ്ത്രമാണ്. ഗോപസ്ത്രീകളെ അവരുടെ സകല ചാപല്യവും കളഞ്ഞ് ഭഗവാൻ ഏറ്റെടുക്കുന്നു. രുക്മിണീ ദേവി ജീവൻ്റെ പ്രതീകമായിട്ട് ആ രുക്മിണീ ദേവി വിവാഹം കഴിച്ചു ഭഗവാൻ നമ്മളെയൊക്കെ ഭഗവാനിലേക്ക് ഏറ്റെടുക്കുന്ന ഒരു ഭവ്യമായ അനുഭൂതിയിലൂടെ നമ്മളെ കടത്തിവിട്ട് 11 അധ്യായത്തിലെത്തുമ്പോൾ ഐലഗീത എന്ന് പറയുന്ന ഒരു ഭാഗത്തിലൂടെ കടത്തിവിട്ട് അവിടെ ഉർവശിയെ കൊണ്ട് പുരൂരവസ് എന്ന് പറഞ്ഞ രാജാവിന് ഒരു വലിയ അനുഭവവും അവബോധവും ഉണ്ടാക്കി കൊടുക്കുന്നതാക്കി മാറ്റുന്നു. ഏകാദശത്തിൽ തന്നെ ദത്താത്രേയ മഹർഷി കണ്ടെത്തിയ 24 ഗുരുക്കന്മാരിൽ പിംഗല എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയും ഉണ്ടായിരുന്നു, അല്ലേ?
കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സ്ത്രീയെ ഗുരുസ്ഥാനത്ത് ദത്തത്രേയ മഹർഷി സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവിടെ പറയാനുള്ളൊരു കാര്യം, ദത്തത്രേയ മഹർഷിയുടെ ആ ദർശന മാത്രത്താൽ തന്നെ ശരീരത്തിൻ്റെ ആ നശ്വരതയെ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാരാമനെ ഞാനിതാ വരിക്കുന്നു എന്ന് സ്വയം പറയുന്ന രൂപത്തിൽ പിങ്കല പോലും ഒരു ഗുരുവായി ചമഞ്ഞു. അപ്പോൾ നമ്മളുടെ ഈ ഒരു സമയത്തിനുള്ളിൽ ഇത്രയധികം സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു. ഈ പരിചയപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അവരെയൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സത്രവേദിയിൽ വന്ന് ഇവിടെ പ്രഭാഷണം ചെയ്യുവാൻ എനിക്കൊരു അവസരം തന്നതിന് ഇതിൻ്റെ ഭാരവാഹികളോടും ഇതിൻ്റെ നടത്തിപ്പുകാരോടും ഇനി മുഖ്യമായി ഇതിൻ്റെ ആചാര്യസ്ഥാനത്തിരിക്കുന്ന വിമൽജിയോടും ഒക്കെ എൻ്റെ അകൈതമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം.